യോऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान् नमो भगवते पुरुषाय तुभ्यम्. विधेः प्रयत्नस्य च कोऽपि वादः तयोर्द्वयोर्मूलमजानताम् स्यात्. विधेः प्रयत्नस्य च मूलवस्तु सञ्जानताम् नैव വിധിർന യത്നഃ. ഇന്നലെ കണ്ട ശ്ലോകമാണ്. ആത്മസാക്ഷാത്കാരം അഥവാ ആത്മജ്ഞാനം എന്നുള്ളത് കർമ്മം കൊണ്ട് സാധിക്കേണ്ട ഒരു കാര്യമല്ല. കർമ്മം കൊണ്ട് എന്തൊക്കെ സാധിക്കാം എന്ന് വെച്ചാൽ ആചാര്യസ്വാമികൾ ഭാഷ്യത്തിൽ പറയുന്നു, കർമ്മം ഉത്പാദ്യം ആപ്യം വികാര്യം സംസ്കാര്യം. ഒരു കർമ്മം കൊണ്ട് ചെയ്യാവുന്നത് ഇതൊക്കെയാണ്. ഒരു കർമ്മം കൊണ്ട് അസംസ്കൃത വസ്തുവിനെ സംസ്കരിക്കാം, ഒന്നിനെ പുതിയതായിട്ട് ഉണ്ടാക്കാം, നേടിയെടുക്കാത്തത് നേടിയെടുക്കാം, ഒന്നിനെ അല്പം പരിണാമം ചെയ്യിപ്പിക്കാം, മാറ്റാം. ഇതൊക്കെ കർമ്മസാധ്യമാണ്. പക്ഷെ ആത്മവിദ്യയിൽ ഇവിടെ സംസ്കരിക്കാനും ഒന്നുമില്ല, നേടിയെടുക്കാനും ഒന്നുമില്ല, പ്രാപിക്കാനും ഒന്നുമില്ല. സിദ്ധിച്ചിട്ടുള്ള വസ്തുവാണ് ആത്മ. അവിടെ കർമ്മത്തിന്റെ ലേശസ്പർശം പോലും സാധ്യമല്ല എന്ന്. അത് നമുക്ക് ഇത് അല്പം പിടികിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താന്ന് വെച്ചാൽ ലോകത്തിൽ കർമ്മമാണ് മുഖ്യമായിരിക്കുന്നത്. കർമ്മമില്ലാതെ ഒന്നും സാധ്യമല്ല ലോകത്തിൽ. ലോകത്തിൽ എന്ത് നേടണമെങ്കിലും പ്രവൃത്തി കൊണ്ടേ സാധിക്കുകയുള്ളൂ. പ്രവർത്തിക്കാതെ ചുമ്മാ ഇരുന്നാൽ ഒന്നും സാധിക്കില്ല. അതേ രീതിയെ നമ്മൾ ഈ ബ്രഹ്മവിദ്യയിലും പ്രയോഗിക്കുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ലോകവിഷയത്തിൽ അത് ഫലിക്കും, അതേ ഫലിക്കുകയുള്ളൂ ലോകവിഷയത്തിൽ. അത് കർമ്മസാധ്യമാണ് ലോകത്തിൽ എന്ത് ദ്രവ്യവും. അതേപോലെ തന്നെ പരലോകത്തിലേക്ക് ഉള്ള സാധനയും കർമ്മസാധ്യമാണെന്ന് വേദം പറയുന്നു. പക്ഷേ ഇഹാമുത്ര അർത്ഥഫലഭോഗ വിരാഗ, ഇവിടെയും പരലോകത്തിലും നേടിയെടുക്കുന്നത്, കർമ്മം കൊണ്ട് നേടിയെടുക്കുന്നതൊക്കെ ക്ഷയ്യലോകാഹ എന്നാണ്. യഥാ ഇവിടെയുള്ള ലോകത്തിലെ കർമ്മചിതോ ലോകഃ ക്ഷീയത്തെ ഏവം അമുത്ര കർമ്മ പുണ്യചിതോ ലോകഃ ക്ഷീയത്തെ. ഇവിടെയുള്ളതൊക്കെ ക്ഷയിക്കുന്ന പോലെ പുണ്യം കൊണ്ട് ജയിച്ചെടുക്കുന്ന ആന്തരികമായിട്ടുള്ള അനുഭവങ്ങളും ക്ഷയിച്ചു പോകും, സ്വർഗാദി സുഖങ്ങളും ഒക്കെ ക്ഷയിച്ചു പോകും. ഇതാണ് വേദാന്തത്തിന്റെ ആദ്യപടി തന്നെ. എന്നുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് ആണ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. പ്രവർത്തിക്കണമെങ്കിൽ തന്നെ കർത്തൃത്വം വേണം. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കാനേ സാധ്യമല്ല. നേരെ മറിച്ച് ആത്മസാക്ഷാത്കാരത്തിനോ ഈ അഹങ്കാരത്തിന്റെ പ്രവൃത്തി നമുക്ക് ബാധകമായിട്ട് എത്ര കാലം നമ്മൾ അങ്ങനെ വിശ്വസിച്ചിരിക്കണോ അത്ര കാലം ഈ സത്യത്തിനോട് അടുക്കാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ഈ വിധിയും പ്രയത്നത്തിന്റെയും ചോദ്യവും ഒക്കെ തന്നെ നമുക്ക് വരുന്നത്. വിധി പ്രയത്നം ഇത് രണ്ടും കർമ്മമണ്ഡലമാണ്. വാസ്തവത്തിൽ വിധിയും പ്രയത്നവും രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ. ഒന്ന് അച്ഛനും മകനും പോലെയാണ്. കർമ്മത്തിന്റെ പൂർവകർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണല്ലോ നമ്മളിപ്പോ വിധി എന്ന് പറയണത്. ഇപ്പത്തെ കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഫ്യൂച്ചറിൽ ഇത് രണ്ടും ഒന്ന് തന്നെ, ഒരു സർക്കിളാണ്. ഇതിന് രണ്ടിനും അപ്പുറം നിൽക്കുന്നു സത്യം. സത്യം ഇതിന് രണ്ടിനും അപ്പുറം നിൽക്കുന്നു. രണ്ടിന്റെയും അധിഷ്ഠാനമായിട്ട് സിദ്ധവസ്തുവായിട്ടിരിക്കുന്നു. അതാണ് വിധിക്കും പ്രയത്നത്തിനും മൂലം. മൂലം എന്ന് വെച്ചാൽ അധിഷ്ഠാനമായ വസ്തുവിനെ അറിയുമ്പോ ഇവിടെ വിധിയുമില്ല, പ്രയത്നവുമില്ല. എങ്ങനെയെന്ന് വെച്ചാൽ സ്വപ്നത്തിൽ നമ്മൾ എവിടെയോ പോയി കുടുങ്ങിയതായിട്ടും നമ്മളെ 4 പോലീസുകാരായിട്ട് പിടിച്ച് ജയിലിൽ ഇട്ടതായിട്ടും തോന്നുന്നു. ജയിലിൽ നിന്നും പുറത്തു വരാനായിട്ട് പ്രയത്നിക്കുന്നു. ഉള്ളവരോടൊക്കെ പറയുന്നു, എന്നെ ഒന്ന് റെക്കമെൻഡേഷൻ ചെയ്തൊന്ന് പുറത്തേക്ക് വിടാൻ പറയൂന്ന് പറയണു, കരയുന്നു.
പല എഴുത്തുകൾ കൊടുക്കുന്നു. ഇങ്ങനെ 2-3 വർഷം കഴിഞ്ഞു ജയിലിന്റെ ഉള്ളില്. അപ്പൊ പ്രവർത്തിക്കുന്നു ഒരു വശത്ത്, പലതും ചെയ്യുന്നു. അവസാനം ആരോ പിടിച്ച് എഴുന്നേപ്പിച്ചു വിട്ടു, അല്ലെങ്കിൽ അലാം അടിച്ചു. അപ്പോഴാണ് എണീറ്റപ്പോ ജയിലുമില്ല, അവിടെ ഈ പ്രയത്നവുമില്ല, ബന്ധവുമില്ല. പക്ഷെ അതിനകത്ത് സ്വപ്നത്തിൽ കിടക്കുമ്പോഴോ ഈ പ്രയത്നം ഒക്കെ തന്നെ വാസ്തവമായിരുന്നു, ജയിലിൽ നിന്ന് പുറത്തു വരാൻ. അതുപോലെയാണ് ഈ കർമ്മത്തിന്റെ ഫീൽഡിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ വലിയ വിഷമമായിട്ട് തോന്നുന്നു. പ്രയത്നം, വിധി, ഇതൊക്കെ നമുക്ക് വലിയ കാര്യമായിട്ട് തോന്നുന്നു. ഇത് രണ്ടും തന്നെ സ്വപ്നം വിട്ട് ഉണരുന്നവന് സത്യമല്ലാതായിട്ട് തീരുന്നു. സ്വപ്നാദിയിൽ പലത് കണ്ടിട്ട് ഉണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമഃ. സ്വപ്നത്തിൽ പലതും കണ്ടിട്ട് അവൻ ആ സമയത്ത് വളരെ സീരിയസ് ആണ്. അത് വിട്ടുണരുമ്പോ, സ്വപ്നത്തിൽ നിന്ന് ഉണരൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വ്യക്തിബോധം തന്നെ സ്വപ്നം. അതിൽ നിന്ന് ഉണരുമ്പോൾ രണ്ടും, ഒന്നിൽ വിധിയും പ്രയത്നവും ഒന്നിച്ചു നിൽക്കും, അല്ലെങ്കിൽ വിധിയും പ്രയത്നവും ഒന്നിച്ചു പോകും. ഇതിൽ ഏതെങ്കിലും ഒരു വാദത്തിന് ജയിക്കാനേ സാധ്യമല്ല. തമിഴ്നാട്ടില് ഒരു ഗുരുത്തം കെട്ട ഒരു ഏർപ്പാടുണ്ട്, പട്ടിമന്ത്രം എന്ന് പറയും. അവർക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം കിട്ടിയാൽ മതി ശണ്ട കൂടാനായിട്ട്. രണ്ടുപേരായിട്ട് രാമനാണോ ലക്ഷ്മണനാണോ രാമായണത്തിൽ ഇങ്ങനെ വലുതൊക്കെ എടുത്തിടും. എന്നിട്ട് വാദിച്ച് രണ്ടുപേരും പരസ്പരം വാദിക്കും. രാമായണത്തില് രാവണൻ ചെയ്തത് ശരിയോ രാമൻ ചെയ്തത് ശരി, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിടും. ഈ വിധിയും പ്രയത്നവും തമ്മിലുള്ള ശണ്ടയും അവർക്കുള്ളതാണ്. എന്താന്ന് വെച്ചാൽ അത് ഒരു കാലത്തും തീരില്ല. കാരണം ഈ ദ്വൈതാനുഭവം തന്നെ കള്ളമാണ്. വാചോദിതം തദനൃതം മനസാധ്യാതമേവച്ച. ജഡം ചൈതന്യം എന്ന് പറയുന്ന ദ്വൈതപ്രതീതി തന്നെ കള്ളമാണ്. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, രണ്ടാമത് ഇല്ല. രണ്ടാമതില്ലെങ്കിൽ പിന്നെ ഒന്നെവിടെ? അപ്പോ ഇത് ഭ്രമം കൊണ്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധപ്രതീതിയാണ് എന്നാണ് ആചാര്യന്മാരുടെയും ജ്ഞാനികളുടെയും ഒക്കെ അഭിപ്രായം. നിങ്ങള് സ്വയം ദുഃഖിക്കുകയാണെന്ന്. വിധേഹ പ്രയത്നസ്യ ച കോപി വസ്തു സഞ്ജാനതാം നൈവ വിധിഹി നയത്നഃ എന്ന് പറഞ്ഞ് ആ മൂലമായ വസ്തു അഥവാ ആ അധിഷ്ഠാനം എന്ന് പറഞ്ഞല്ലോ, ആ അധിഷ്ഠാനത്തിന് തന്നെ ഭഗവാൻ അഥവാ നമ്മളൊക്കെ ഈശ്വരൻ, ഭഗവാൻ എന്നൊക്കെ പറയുന്നു. വിധിമതി മൂല വിവേകമിലാർക്കേ വിധിമതി വെല്ലും വിവാദം. വിധിമതികൾക്ക് ഓർമുതലാം തன்னை ഉണർந்தார் அவை தணர்ந்தார் ശാർവരോ പിന്നും അവൈ ശാറ്റ്. വിധിയാണോ മതിയാണോ എന്നുള്ള വിവാദം വിധിക്കും മതിക്കും മൂലമായിട്ടുള്ള തന്നെ അറിയാത്തവനാണ് എന്നാണ്. താൻ എന്നുള്ള ആ അനുഭവമണ്ഡലത്തിൽ വിധിയുമില്ല, അവിടെ മതിയുമില്ല, യാതൊന്നും അതിനെ സ്പർശിക്കണില്ല എന്ന് പറഞ്ഞ് അടുത്ത ശ്ലോകത്തിൽ ഈശ്വര ദർശനം എന്താണ്? ഇന്നലെ വൈകുന്നേരം പ്രഭാഷണം കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഉണ്ടോ അറിയില്ല, ഈശ്വര ദർശനം കിട്ടിയ ആളുകളെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ, എങ്ങനെ മനസ്സിലാക്കും? ഈശ്വര ദർശനം എന്താണ്? യത് ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ തൻ മാനസികേക്ഷണം സ്യാത്. ഈശ്വര ദർശനം യത് ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷ്യ തൻ മാനസികേക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യഃ പരമോഹി തസ്യ വീക്ഷാ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. യദീശിതുഹു വീക്ഷണം തன்னைத்தான் കാണൽ, தலைவன் தன்னை കാണൽ என்னும் காணும் தன்னை விட்டு தான் கடவுளை காணல் காணும் மனோமயமாம் காட்சிதனை. காணும் அவன் தான் கடவுள் கண்டானாம் தன்முதலை தான் முதல் போய் தான் கடவுள் அன்றி இயலதால். காணும் தன்னை காணல் தான் கடவுளை காணல்
ഈശിതുഹു വീക്ഷണം ഈക്ഷിതാരം അഭീക്ഷ്യ തന്മാനസികേക്ഷണം സ്യാത്. ഈശ്വര ദർശനം, ഈശ്വരന്റെ വീക്ഷണം എന്ന് പറയുന്നത് ഈക്ഷിതാരം, എല്ലാത്തിനെയും കാണുന്നവനെ കാണലാണ്. അതാണ് അക്ഷരമണമാലയിൽ ഭഗവാൻ ഒരു പാട്ടിൽ പറഞ്ഞു, ഹേ അരുണാചല, അങ്ങേ എങ്ങനെ കാണും എന്നാണ്. എന്താ ഇപ്പൊ കാണാൻ വിഷമം എന്ന് വെച്ചാൽ, കണ്ണുക്ക് കണ്ണായി കൺ ഇன்றி കാൺ ഉനൈ കാണുവത് എവർ പാർ അരുണാചല. ഈ ജഗത്തിനെ മുഴുവൻ കാണുന്ന ഈ കണ്ണ്, ആ കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിനു കണ്ണായിരുന്ന പൊരുൾ, എല്ലാത്തിനെയും കാണുന്ന സർവസാക്ഷിയായിരിക്കുന്ന തന്നെ, അത് എല്ലാത്തിനെയും കാണുന്ന കണ്ണാണ്. അതിനെ കാണാൻ മറ്റൊരു കണ്ണില്ല. മറ്റൊരു കണ്ണുണ്ടായിരുന്നുവെങ്കിൽ ആത്മാ ദൃശ്യമായി പോകും. അപ്പോ തന്നെ അതിന് പൂർണ്ണത്വം സിദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഉപനിഷത്ത് പ്രജ്ഞാനേത്രോ വൈ ലോകഃ എന്ന് പറയുന്നു. ഈ പ്രപഞ്ചം തന്നെ പ്രജ്ഞയാകുന്ന നേത്രത്തോടു കൂടിയതാണെന്നാണ്. പ്രജ്ഞയാകുന്ന നേത്രം കൊണ്ട് കാണപ്പെടുന്നതാണ് പ്രപഞ്ചം. അതെല്ലാറ്റിനെയും കാണുന്ന കൺ. അപ്പോ ആ സർവസാക്ഷിയെ യദീശിതുഹു വീക്ഷണം ഈക്ഷിതാരം അഭീക്ഷ്യ വിജ്ഞാതാരം അരേ കേന വിജാനീയാത്. എല്ലാത്തിനെയും കാണുന്ന കാഴ്ചക്കാരനെ എങ്ങനെ കാണും? അവനെ കാണാൻ പറ്റില്ല. അവനായി ഇരിക്കലാണ് അവനെ കാണൽ. ആത്മസംസ്ഥിതി സ്വാത്മദർശനം. എല്ലാത്തിനെയും കാണുന്ന താനുണ്ടല്ലോ, ആ താനായി ഇരിക്കൽ ആണ് തന്നെ കാണൽ. താനായി ഇരുത്തലേ തന്നൈ അറിതലാം താൻ ഇരണ്ടற்றതാൽ ഉന്തീപ്പര. ഉപദേശ ഉന്തിയാറിൽ ഭഗവാന്റെ പാട്ടാണ്. താനായി ഇരുത്തലേ തന്നൈ അറിതലാം. താനായി ഇരിക്കലാണ് തന്നെ അറിയല് എന്നുള്ളത്. അപ്പൊ ജഗത്ത് മുഴുവൻ ചൈതന്യമയമായിരിക്കും എന്നാണ്. തായ്മാനവസ്വാമികൾ ഒരു പാട്ടിൽ പറയുന്നു, തന്മയമായി നിன்ற നിலை താനേ താൻ ആകി നിன்றாൽ നിന്മയമായി എല്ലാം നികഴും പരാപരമേ. താൻ തന്റെ സ്വരൂപത്തിൽ താനായി നിന്നാൽ കാണുന്നതൊക്കെ ബ്രഹ്മമയം എന്നാണ്. അതാണ് താൻ ഇരിക്കേണ്ട ഇടത്ത് താൻ ഇരുന്നാൽ നടക്കേണ്ടതൊക്കെ താനേ നടക്കും. ഇന്നലെ പറഞ്ഞത് നടക്കേണ്ടത് എന്താ? സകലതും ഭഗവത് സ്വരൂപമായിരിക്കും. അതാണ് താൻ ഇരണ്ടറ്റതാൽ. രണ്ട് താനില്ലല്ലോ. ഒരു താൻ തന്നെ കാണാനും ഒരു താനും കാണപ്പെടുന്ന ഒരു താനും ഇല്ല അവിടെ. അപ്പോ വീക്ഷിതുഹു ഈക്ഷിതാരം അഭീക്ഷ്യ, കാണുന്നവനെ വിട്ടിട്ട് എന്തെങ്കിലും ഒരു രൂപത്തിനെ കാണുന്നതുണ്ടല്ലോ, മനോമയമാം കാക്ഷി എന്നാണ് ഭഗവാന്റെ വചനം. എന്ന് വെച്ചാൽ മാനസികമായ ഒരു ദർശനം അത്രേ. പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ കാണുന്നു, അതൊക്കെ വരികയും മറഞ്ഞു പോവുകയും ചെയ്യും. മഹർഷിയോട് ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാനെ, அருணாச்சலேஸ்வரர் உங்க முன்னால பிரத்யக்ஷப்பட்டாரானால் நீங்க என்ன வரம் கேட்பேள்? അരുണാചലേശ്വരൻ അങ്ങയുടെ മുമ്പിൽ ആവിർഭവിച്ചാൽ എന്ത് വരം ചോദിക്കും? அப்ப மகர்ஷி പറഞ്ഞു, இந்த பிரத்யக்ஷப்படுற வேலையெல்லாம் எங்கிட்ட வச்சுக்காதே அப்படின்னு சொல்லுவேன். ഈ പ്രത്യക്ഷപ്പെടുന്നതൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്താന്ന് വെച്ചാൽ ഈ പ്രത്യക്ഷം എന്ന് വെച്ചാൽ തന്നെ അക്ഷം പ്രതി ഇന്ദ്രിയങ്ങൾക്ക് മുമ്പിൽ നിന്നാണ്. അത് വരികയും മറിയുകയും ചെയ്യും. ഇന്ദ്രിയങ്ങളെ സത്യമല്ല. അക്ഷരമണമാലയിൽ അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട്. ഈ പോക്കും വരവും ഇല്ലാ പൊതുവെളിയിനിൽ അരുൾ പോരാട്ടം കാട്ടൻ അരുണാചല. ഈ വരിക പോവുക എന്നൊന്നുമില്ലാതെ ശാശ്വതമായിട്ടുള്ള ആ സ്ഥിതിയെ തന്ന അനുഗ്രഹം ചെയ്യൂ. ലക്നൌവിൽ അടുത്ത കാലം വരെ വളരെ പ്രസിദ്ധനായിട്ടൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഫോളോയിങ് ഉണ്ടായിരുന്നു. വലിയ ഒരു ഭക്തവൃന്ദം അദ്ദേഹത്തിന്റെ പുറകെ ഉണ്ടായിരുന്നു. പൂനെയിലായിരുന്നു അദ്ദേഹം. പൂഞ്ച, ജമൻലാൽ പൂഞ്ച ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ അദ്ദേഹം ചിലയിടത്തൊക്കെ ചോദ്യം ചോദിക്കുന്നത് കാണും. അദ്ദേഹം മിലിറ്ററിയിൽ ജോലിയായിരുന്നു. വൈഷ്ണവ സമ്പ്രദായക്കാരനായിരുന്നു.
വൈഷ്ണവ സമ്പ്രദായമാണോ എന്നറിയില്ല. കൃഷ്ണഭക്തൻ. സ്വാമി രാമതീർത്ഥനെ കുറിച്ച് പറഞ്ഞല്ലോ. രാമതീർത്ഥന്റെ ഒരു തരത്തിൽ പേരക്കുട്ടിയായിട്ട് ആ വംശത്തിൽ വരും അദ്ദേഹം. ആ കുടുംബത്തിൽ പെട്ട ആളാണത്രേ. അദ്ദേഹം കുട്ടിക്കാലത്ത് മുതൽ അദ്ദേഹത്തിനൊരു ആഗ്രഹം വെച്ച് പുലർത്തി. നമ്മൾ കഥയിലൊക്കെ കേൾക്കുന്ന പോലെ കൃഷ്ണനെ മുമ്പിൽ കാണണം, കൃഷ്ണദർശനം തനിക്ക് ഏർപ്പെടണം. അതിനായിട്ട് അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹത്തിന് ആരോ മഹാമന്ത്ര ഉപദേശം ചെയ്തു. അനേക സഹസ്രം ജപം ചെയ്തു. സാധുക്കളെയൊക്കെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവരും, അവർക്കൊക്കെ സേവ ചെയ്യും, ഭിക്ഷ കൊടുക്കും. അവരോടൊക്കെ ഈ ഒരു ചോദ്യമേ ഉള്ളൂ, കൃഷ്ണനെ കാണണം എന്നാണ് മുമ്പില്. അങ്ങനെ കുറേ വർഷം അദ്ദേഹം പല സ്ഥലങ്ങളിലും അദ്ദേഹം ചെല്ലുകയും ജപം ചെയ്യുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അവസാനം അദ്ദേഹം ഒരേ വാശി പിടിച്ച് ഒരു ദിവസം 50,000 വെച്ച് ജപം ചെയ്യാൻ തുടങ്ങി. ആ ഘട്ടത്തിൽ ഒരു ദിവസം ഒരു സാധു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നു. സാധുവിനെ ഇദ്ദേഹം വിളിച്ച് ഭിക്ഷ കൊടുത്തു എന്നാണ് അദ്ദേഹം പറയണത്. വിളിച്ച് ഭിക്ഷ കൊടുത്തപ്പോ ആ സാധു പറഞ്ഞു അത്രേ. ആ സാധുവിനോട് ഇദ്ദേഹം ചോദിച്ചു, എനിക്കിതുപോലെ ഈശ്വര ദർശനം ഉണ്ടാവണം. അപ്പൊ ആ സാധു പറഞ്ഞു, ഇപ്പോ താങ്കൾക്ക് വലിയ ഭാഗ്യമാണ്. അരുണാചലത്തിൽ രമണ മഹർഷി എന്ന് പറഞ്ഞൊരു ജ്ഞാനിയുണ്ട്, വലിയ മഹാത്മാവുണ്ട്, അദ്ദേഹത്തിനെ ചെന്ന് കാണുക, അങ്ങയുടെ ആഗ്രഹം സാധിക്കും എന്നൊക്കെ ഈ സാധു പറഞ്ഞു അത്രേ. ഇദ്ദേഹം യാത്ര ചെയ്ത് അദ്ദേഹം മഹർഷിയുടെ അടുത്ത് വരാനൊന്നും അപ്പൊ തീരുമാനം എടുത്തില്ല. കുറെ വർഷങ്ങൾ അങ്ങനെ പോയി. മദ്രാസിൽ ഏതോ കാര്യമായിട്ട് വന്നപ്പോ എതിർച്ചയാ തിരുവണ്ണാമലയ്ക്ക് വന്നു. അങ്ങനെ വന്നപ്പോ ആശ്രമത്തില് ഭഗവാന്റെ ഓൾഡ് ഹാൾ എന്ന് പറയും, ഇപ്പോ മെഡിറ്റേഷൻ റൂമായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ മഹർഷി ഇരിക്കുന്ന സ്ഥലത്ത് വന്നു. മഹർഷിയുടെ മുമ്പിൽ വന്നപ്പോ ഇദ്ദേഹം ആശ്ചര്യപ്പെട്ടുപോയി. എന്താന്ന് വെച്ചാൽ തന്റെ വീട്ടിൽ വന്ന് തന്നോട് പറഞ്ഞ സാധുവാണ് അവിടെ കട്ടിലിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഒരു സെൽഫ് അഡ്വർടൈസിങ് സാധു നാട്ടിലൊക്കെ നടന്നിട്ട് തന്റെ അടുത്ത് വന്ന് പോയി പറഞ്ഞ് രമണ മഹർഷി ഉണ്ട്, പോയി കാണൂ എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കണു എന്ന് അദ്ദേഹത്തിനൊരു ഭാവം. അപ്പൊ അവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹത്തിന് ആശ്ചര്യമായിട്ടൊരു ന്യൂസ് കിട്ടിയത് മഹർഷി ഇവിടെ വന്ന ശേഷം ഈ സ്ഥലം വിട്ട് പുറത്തെങ്ങും പോയിട്ടേ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ തനിക്ക് എന്തോ ഒരു ദർശനം കിട്ടിയതാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അപ്പൊ മഹർഷിയോട് പിന്നീട് എന്തോ ഒരു സന്ദർഭം വന്നപ്പോ ചോദിച്ചപ്പോ മഹർഷി പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഭാവം ഉണ്ടായതായിരിക്കും, അല്ലെങ്കിൽ സർവേശ്വരൻ ഏതെങ്കിലും കൃപ ചെയ്ത് നിങ്ങളുടെ തപസ്സിൽ പ്രീതിപ്പെട്ട് ഒരു ദർശനം തന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇദ്ദേഹം അവിടെ ഇരിക്കുക. പക്ഷെ ഇദ്ദേഹത്തിന് ഈ പ്രിജുഡീസ്, എന്താ പ്രിജുഡീസ് എന്ന് വെച്ചാൽ ചുറ്റും നോക്കുന്നു, ആരുടെ കയ്യിലും ജപമാലയില്ല. ഇതൊക്കെ അദ്ദേഹം തന്നെ പറഞ്ഞ കഥയാട്ടോ. ആരുടെ കയ്യിലും ജപമാലയുമില്ല, ഒരാൾക്കും ഒരു തിലകമിട്ടിട്ടില്ല. ഗുരുവും മിണ്ടാതിരിക്കണ കുറെ ശിഷ്യന്മാരും. ഈ ഗുരു യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനഃ സയത് പ്രമാണം കുരുതേ ലോകസ്തദനുവർത്തതേ. ഗുരു മറ്റുള്ളവർക്കൊരു ആദർശമായി എന്തെങ്കിലുമൊക്കെ ജപമോ സങ്കീർത്തനമോ ചെയ്യുന്നതിന് പകരം ഇദ്ദേഹം മിണ്ടാതിരിക്കണം, ശിഷ്യന്മാരും മിണ്ടാതിരിക്കണം എന്ന് ഇദ്ദേഹം ഹി വാസ് ഹൈലി പ്രിജുഡീസ്ഡ് ആ സമയത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞു.
മഹർഷി ശ്രദ്ധിച്ചതേ ഇല്ല. അത് അതിനു മേലെ അത് ഭഗവാന്റെ ഒരു രീതി തന്നെ പറയാതെ. പോൾ ബ്രണ്ടൻ പറയണു, പോറിങ് കോൾഡ് വാട്ടർ ഓൺ മൈ വാനിറ്റി, അങ്ങനെ എന്തോ ഒരു വാക്ക് അദ്ദേഹം പറയണ്ട. അദ്ദേഹം പോകുന്ന സ്ഥലത്തൊക്കെ പോൾ ബ്രണ്ടന് വലിയ വരവേൽപ്പായിരുന്നു. എന്താന്ന് വെച്ചാൽ ഒന്നാമത് ഇംഗ്ലീഷുകാരുടെ കാലം. ഇപ്പൊ ഒരു സായിപ്പ് കയറി വരും എന്ന് വെച്ചാൽ എല്ലാ ആശ്രമത്തിലുള്ളവരും ഒന്ന് ബഹുമാനിക്കും, ഒന്ന് വിളിച്ചോണ്ട് വരും. ഇത് ശ്രദ്ധിച്ചതേ ഇല്ല ഭഗവാൻ. പോൾ ബ്രണ്ടൻ വന്ന സമയത്ത് ഒന്ന് തല തിരിഞ്ഞു നോക്കുകയോ ആരാ വന്നിരിക്കണതോ ഒന്ന് ശ്രദ്ധിക്കുകയോ എവിടുന്ന് വരണു എന്ന് ചോദിക്കുകയോ ഇതൊക്കെ ഭഗവാന്റെ സ്വഭാവത്തിൽപ്പെട്ടതുമാണ്. നാരായണ ഗുരുസ്വാമി അതാണ് നിർവൃത്തി ദശകത്തിൽ പറഞ്ഞു. കോ നാമ ദേശഃ കാ ജാതിഃ പ്രവൃത്തി കിയത് വയഃ ഇത്യാദി വാദോപരതിഃ യസ്യ തസ്യൈവ നിർവൃത്തിഃ ഇത്യാദി വാദോപരതം മഹാന്തം പ്രശാന്തഗംഭീര നിജസ്വഭാവം ശോണാചലേ ശ്രീരമണം നിരീക്ഷ്യ പ്രോവാച നാരായണ സംയമീന്ദ്രഃ എന്ന് അദ്ദേഹം നിർവൃത്തി പഞ്ചകത്തിൽ പറയണം. എവിടുന്ന് വരണമെന്ന് ചോദിക്കണില്ല, ഏത് ദേശം, എന്ത് ജാതി, ഒരു ചോദ്യമില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അതും വലിയ വിഷമം തോന്നി. ഇത്ര ദൂരം മെനക്കെട്ട് ഞാൻ പൂനെന്ന് വന്നിരിക്കണു, എന്താണ്, എവിടുന്ന് വരണു ഒക്കെ ചോദിക്കണ്ടേ? ഒന്നും ചോദിച്ചില്ല, കണ്ട ഭാവമേ നടിച്ചില്ല. അപ്പൊ ഇദ്ദേഹം അവിടുന്ന് പോയിട്ട് തിരുവണ്ണാമലയിൽ ഇദ്ദേഹത്തിന് എവിടെയോ ഒരിടത്ത് താമസിക്കാൻ ഒരു റൂം കിട്ടി. ചെറിയൊരു കുടീരം പോലെ. അതിലൊരു 2 ആഴ്ച താമസിച്ച് ഇദ്ദേഹം ജപം ചെയ്തുകൊണ്ടിരുന്നു. വന്ന സമയം ഏതായാലും ലീവ് എടുത്ത് വന്നത് വ്യർത്ഥമായി. ഒരു കുഴുമടിയനായ ഒരു ഗുരുവിനെ കാണാനായിട്ട് വന്നു. ഏതായാലും ഇനിയിപ്പോ അയാളുടെ അടുത്ത് പോകണ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജപം ചെയ്തുകൊണ്ട് 2 ആഴ്ച ഇരുന്നു. ആ സമയം ആശ്ചര്യമായിട്ട് ഇദ്ദേഹം ആഗ്രഹിച്ച പോലെ കൃഷ്ണൻ മുമ്പിൽ വരുന്നതായിട്ടും കൃഷ്ണൻ കളിക്കണതായിട്ടും ചിരിക്കണതായിട്ടും ഒക്കെ ഇദ്ദേഹത്തിന് ദർശനം, കൃഷ്ണദർശനം. പക്ഷെ ഈ ദർശനം ഒക്കെ തന്നെ 2 വിധത്തിൽ അധ്യാത്മാനുഭവം വരും. 2 വിധത്തില്, അതായത് ദർശനങ്ങളും മറ്റു അനുഭവങ്ങളും ഒക്കെ 2 വിധത്തില്. ഒന്ന്, ഈ ദ്രഷ്ടാവായ എന്നെ വെച്ചുകൊണ്ട് തന്നെ പല ദർശനങ്ങൾ നടക്കും. ഉദാഹരണത്തിന് നമ്മുടെ ആളുകൾ തന്നെ സാധാരണ പറയും, ഞാൻ ചിലത് ആഗ്രഹിച്ചു ഉടനെ നടന്നു, എനിക്ക് ഒരു മഹാത്മാവെന്ന് ഉപദേശിച്ചു, എന്തൊക്കെയോ നമ്മൾ അനുഭവം പറയും കുറച്ച്. ഇതൊക്കെ തന്നെ ഈ ഞാനിനെ വെച്ചുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നടക്കും നമുക്ക്. ആ ഞാനിനെ വെച്ചുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങളൊന്നും തന്നെ ഇറ്റ് കനോട്ട് ബി കൺസിഡേർഡ് ആസ് ട്രൂ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ചില ദർശനങ്ങളൊക്കെ വരും. ആ ദർശനങ്ങൾ ഇറ്റ് വിൽ കംപ്ലീറ്റ്ലി ലിക്വിഡേറ്റ് ദ സിയർ പേഴ്സൺ. അങ്ങനെയല്ലാതെ വരുന്ന ദർശനങ്ങളൊക്കെ തന്നെ ഭഗവാൻ അതിനെയാണ് ഇവിടെ മാനസികേക്ഷണം സ്യാത് എന്ന് പറഞ്ഞു. നല്ലവണ്ണം ശ്ലോകത്തിന് മനസ്സിലാക്കിക്കൊള്ളു. സഗുണദർശനമാണെങ്കിലും സാകാര ദർശനമാണെങ്കിലും ചില സഗുണസാകാര ദർശനമൊക്കെ പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത് എന്നുള്ള മാതിരി ആ വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കി ദർശനം ഉണ്ടാവും. സഗുണതാകാര ദർശനത്തിലേ അതുണ്ടാവും. നമ്മൾ നിർവികൽപ്പം നിരാകാരം എന്നൊക്കെ പറയണത് അത് സ്പിരിച്വൽ പ്ലെയിനിൽ കിടന്ന് പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. നിരാകാരം നിർവികൽപ്പം എന്നുള്ളതൊക്കെ ചിലപ്പോൾ സഗുണസാകാരമേ നിരാകാരവും നിർവികൽപ്പവും ഒക്കെ ആയിരിക്കും. എപ്പോ അതിൽ ഈ വ്യക്തിബോധം ഇല്ലാതെ അത് ഏർപ്പെടുമ്പോ സഗുണസാകാര ദർശനം തന്നെ അത് ഇറ്റ് ഇസ് എ ട്രൂ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ്. ആ സ്ഥലത്ത് അത് വ്യക്തിത്വത്തിനെ ഇല്ലാതാക്കിയിട്ടുള്ള ദർശനങ്ങളായിട്ട് പരിണമിക്കുമ്പോൾ അത് തന്നെ സമാധിയാവും. അല്ലാതെ വ്യക്തിത്വത്തിനെ വെച്ചുകൊണ്ട് ഏർപ്പെടുന്ന ദർശനങ്ങളൊക്കെ തന്നെ ചിലപ്പോൾ അഹങ്കാരത്തിന് ഒന്നുകൂടെ ബലം കൂട്ടും, ഒന്നുകൂടെ ബലം കൂടും. ഇപ്പൊ ഇദ്ദേഹത്തിന് ഈ കൃഷ്ണദർശനം കിട്ടി ഒരാഴ്ച അതങ്ങനെ അദ്ദേഹത്തിന് അനുഭവം ഉണ്ടായിക്കൊണ്ടിരുന്നു, ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ്. ഇതൊക്കെ അദ്ദേഹം തന്നെ പറയുന്ന കഥകളാണ്. ഇതൊക്കെ മൗണ്ടൻ പാത്തിൽ പബ്ലിഷ് ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം തന്നെ പലവട്ടം ഈ കഥ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നല്ല പ്ലസന്റ് എക്സ്പീരിയൻസ്, കൃഷ്ണൻ മുമ്പിൽ വരണു, കളിക്കുന്നു, ചിരിക്കുന്നു എന്നുള്ളൊരു ഭാവം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. അദ്ദേഹത്തിന് തിരിച്ചു പോവാനുള്ള സമയമായപ്പോ പോകുമ്പോൾ ഒരു തോന്നൽ. ഇതാണ് ഈ ഇങ്ങനത്തെ ദർശനത്തിന്റെ ഒക്കെ കുഴപ്പമായി.
വീണ്ടും രമണാശ്രമത്തിൽ പോകണം. മഹർഷിയുടെ അടുത്ത് തനിക്ക് ഏർപ്പെട്ട ദർശനത്തിനെ കുറിച്ച് പറയണം. അദ്ദേഹത്തിന്റെ അടുത്ത് വെറുതെ ഇരിക്കേണ്ട, എന്തെങ്കിലുമൊക്കെ ജപം ചെയ്താൽ ഇങ്ങനെ വല്ലതൊക്കെ കിട്ടുമെന്ന് പറയണമെന്ന് തോന്നും. സൂക്ഷ്മമായിട്ട്. അപ്പൊ അദ്ദേഹം പിന്നെയും പോയി. പിന്നെയും പോയ ആള് അത്ര ഫസ്റ്റ് ടൈം വന്നപ്പോ ശ്രദ്ധിക്കുകയേ ചെയ്യാത്ത ഭഗവാൻ രണ്ടാമത്തെ പ്രാവശ്യം അയാൾ വന്നപ്പോ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതുപോലെ ഒരിടത്ത് ഇരുന്ന് ഞാൻ ജപം ചെയ്യായിരുന്നു, എനിക്ക് കൃഷ്ണദർശനം ഉണ്ടായി. ഓ, എപ്പോഴും ദർശനം ഉണ്ടാവോ? ഇല്ല, ഞാൻ ജപിക്കാനിരിക്കുമ്പോഴൊക്കെ കൃഷ്ണൻ എന്റെ മുമ്പിൽ വരുന്നു. പിന്നെയോ? പിന്നെ വന്നിട്ട് പോകുന്നതൊന്നും വാസ്തവമല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ തലയിൽ ഇടി വീണ പോലെ ഉണ്ടായിരുന്നു എന്നാണ്. ഞാൻ വളരെ ഐ വാസ് ഗ്ലോട്ടിങ് ഓവർ ദാറ്റ് എക്സ്പീരിയൻസ്. വന്നിട്ട് പോണതൊന്നും വാസ്തവമല്ല. അദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി ആ ഒരു സ്റ്റേറ്റ്മെന്റ്. ഭഗവാന്റെ മുമ്പിൽ കുറച്ചുനേരം ഇരുന്ന് ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ ശ്രമിച്ചു. ഇദ്ദേഹത്തിന് ഹൃദയസ്ഥാനത്തിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായില്ല. പിന്നെ അവിടുന്ന് തിരിച്ചുപോയി. നോക്കണം, സഗുണസാകാരത്തിനെ ഭഗവാൻ നിഷേധിക്കൊന്നുമില്ല. അദ്ദേഹത്തെ പരമഭക്തനായിട്ടുള്ള ഒരു സായിപ്പ് ഉണ്ടായിരുന്നു, യോഗി കൃഷ്ണപ്രേം എന്ന പേര് അദ്ദേഹത്തിന്. റൊണാൾഡ് നിക്സൺ എന്ന പേരില് പ്രൊഫസറായിരുന്ന ആളാണ്. പിന്നീട് അദ്ദേഹം ബംഗാളിൽ വെച്ച് യശോദാമ എന്ന് പറയുന്ന ഒരു അമ്മയുടെ ശിഷ്യനായി. എപ്പോഴും കയ്യിലൊരു കൃഷ്ണവിഗ്രഹത്തിനെയും കൊണ്ട് നടക്കും. പരമഭക്തനായിരുന്നു. അദ്ദേഹം വന്നപ്പോ ഭഗവാൻ ആ വിഗ്രഹത്തിനെ വാങ്ങി നോക്കി, കയ്യിലെടുത്ത് നോക്കി, എന്നിട്ട് തിരിച്ചു കൊടുത്തു. അദ്ദേഹത്തിനും ഇതുപോലെ സമാധി അനുഭവം ഭഗവാന്റെ സന്നിധിയിൽ വെച്ചുണ്ടായി. ഭാരതീയ വിദ്യാഭവൻ പബ്ലിഷ് ചെയ്ത ബുക്കുണ്ട്, യോഗി കൃഷ്ണപ്രേം എന്ന് പറഞ്ഞ് ദിലീപ് കുമാർ റോയ് എഴുതിയിട്ടുള്ള ആ പുസ്തകത്തിൽ ഈ അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം മഹർഷിയുടെ മുമ്പിൽ വന്നതും ധ്യാനിക്കാനിരിക്കുമ്പോ തനിക്ക് ഏർപ്പെട്ട അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹത്തിന് ഈ പൂഞ്ച, ജമൻലാൽ പൂഞ്ച, ഈ അനുഭവം ഏർപ്പെട്ട് തിരിച്ചുപോയി. മദ്രാസിൽ വെച്ച് അദ്ദേഹത്തിന് എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണന്റെ ഒരു രൂപം മുമ്പിൽ വരണില്ല. അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന് ഈ രൂപം മാറി വേറെ എന്തൊക്കെയോ വന്നു. ആ രൂപം പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ധ്യാനിക്കാൻ പറ്റണില്ല. അത് മാത്രമല്ല, ഈ ധ്യാനിക്കണ ഞാൻ ആരാണ് എന്ന് ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞുപോകും. ഈ വന്നിട്ട് പോണതൊന്നും സത്യമല്ല എന്ന് ഭഗവാൻ പറഞ്ഞുവല്ലോ. അതോടുകൂടെ ദ്രഷ്ടാവായിട്ടുള്ള തന്നിൽ ശ്രദ്ധ പതിഞ്ഞു, ദൃശ്യത്തിനെ വിട്ടിട്ട്. അതാണ് ന ദ്രഷ്ടുരന്യ പരമോഹിതസ്യ. ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയണത്, ഇത് ഈശിതുഹു വീക്ഷണം, ഈശ്വരന്റെ ദർശനം എന്ന് പറയുന്നത് ഈക്ഷിതാരമവീക്ഷ്യ, ഈക്ഷിതാവായ തന്നെ വിട്ടിട്ട് തന്മാനസികേക്ഷണം സ്യാത് എന്ന് വെച്ചാൽ താൻ മാറി നിന്നുകൊണ്ട് എന്ത് ദർശനം ഏർപ്പെട്ടാലും അതൊക്കെ മാനസികേക്ഷണം സ്യാത്. അതൊക്കെ മാനസിക ദർശനമാണ്. ന ദ്രഷ്ടുരന്യ പരമഃ, ഈ കാണുന്നവനെ വിട്ടിട്ട് കാണപ്പെടുന്ന ദർശനമൊക്കെ തന്നെ മിഥ്യയാണ്. കാണുന്നവൻ ഉണ്ടല്ലോ, അയാൾ എപ്പോഴും നിൽക്കണു ഇതിന് പുറകിൽ. ആ കാണുന്നവൻ ആരാ? ഈ ദർശനം ചെയ്യുന്നവൻ ആരാണ്? ഭാഗവതത്തിൽ കൃഷ്ണൻ ജനിച്ച ഉടനെ ഇതേ അർത്ഥത്തിൽ വസുദേവർ ഒരു ശ്ലോകം പറയുന്നുണ്ട്. ഈ ആത്മനഃ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യത്തെ സ്വവ്യതിരേകതോ അബുധഃ എന്ന് വസുദേവർ പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചപ്പോ വസുദേവർക്ക് തത്കാലത്തേക്ക് ഈ ആത്മദർശനം ഉണ്ടായി. അപ്പോഴാണ് വസുദേവർ പറയുന്നത്, ആത്മാവിന് ദൃശ്യപദാർത്ഥങ്ങളിൽ ഉണ്ട് എന്നുള്ള ഒരു വിചാരം, തന്നെ വിട്ടിട്ട് ദൃശ്യപദാർത്ഥങ്ങൾ ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ, അത് ആ മഠയന്മാരുടെ ഒരു ദർശനമാണെന്നാണ്. ആത്മനഃ ദൃശ്യഗുണേഷു സൻ ഇതി വ്യവസ്യത്തെ സ്വവ്യതിരേകത, തന്നെ വിട്ടിട്ട് തന്നെ മാറ്റി നിർത്തിയിട്ട് ദൃശ്യപ്രപഞ്ചം ഉണ്ട് എന്ന് തോന്നണത് അബുധ, അവൻ മഠയനാണെന്നാണ്, അറിവില്ലാത്തവനാണ്, അജ്ഞാനിക്കാണ് ആ ഒരു ഭ്രമം ഉണ്ടാവണത്. എന്താന്ന് വെച്ചാൽ എല്ലാ ദർശനത്തിനും മൂലം ദ്രഷ്ടാവായ ബോധമാണ്, താനാണ്. തന്നെ മാറ്റി നിർത്തിയാൽ ഈ പ്രപഞ്ചം എവിടെ
യദീശിതുഹു വീക്ഷണമീക്ഷിതാരം അവീക്ഷ്യ തന്മാനസികേക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യഃ പരമോ ഹി തസ്യ വീക്ഷ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ആ ദ്രഷ്ടാവിനെ കാണൽ എന്ന് പറയുന്നത് എന്താ? സ്വമൂലേ, ഈ ദ്രഷ്ടാവായ ഞാൻ ആര് എന്ന് വിചാരം ചെയ്ത് തന്നിൽ അടങ്ങിയിരിക്കലാണ്. ദൃക് ദൃശ്യൗ ദ്വൗ പദാർത്ഥൗ സ്തഃ പരസ്പര വിലക്ഷണൗ. ദൃക് ബ്രഹ്മ ദൃശ്യം മായേതി സർവവേദാന്ത ഡിണ്ഡിമഃ. വേദാന്തത്തിന്റെ ഡിണ്ഡിമം എന്നാണ്, പെരുമ്പറ ഘോഷവത്രേ. എന്താന്ന് വെച്ചാൽ ദൃക് ബ്രഹ്മ, ഈ കാണപ്പെടുന്ന ദൃശ്യം മായ. ദൃശ്യം മാറിക്കൊണ്ടേയിരിക്കും, മാറാതെ ഇരിക്കുന്ന ഒന്നേ ഉള്ളൂ ഇവിടെ ദൃക്. രൂപം ദൃശ്യം, ലോചനം ദൃക്, തദ്ദൃശ്യം ദൃക്തു മാനസം ദൃശ്യാദി വൃത്തയ സാക്ഷി ദൃഗേവനതു ദൃശ്യത്തെ. ദൃഗ്ദൃശ്യ വിവേകത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു, കാണപ്പെടുന്ന രൂപം എന്നുവെച്ചാൽ പ്രപഞ്ചം ദൃശ്യമാണ്. അതിനെ ആര് കാണുന്നു? കണ്ണു കാണുന്നു. കണ്ണുണ്ട് എന്ന് എങ്ങനെ അറിഞ്ഞു? അതിന് പുറകിലുള്ള മനസ്സുള്ളതുകൊണ്ട് കണ്ണിലൂടെ കാണുന്നു. മനസ്സിനെ ആര് കാണുന്നു? ബുദ്ധി കാണുന്നു. ബുദ്ധിയെ ആര് കാണുന്നു? ബുദ്ധിയില്ലാത്ത സുഖമായ സുഷുപ്തിയിൽ എനിക്കൊന്നും അറിഞ്ഞില്ല എന്ന് നമ്മൾ പറയണമല്ലോ, അതാര് കണ്ടു? എല്ലാത്തിനെയും കാണുന്ന ദൃക്ക്, അത് ദൃഗേവ നതു ദൃശ്യത. ആ ദൃക്കിനെ വേറെ ഒരാൾക്ക് കാണാൻ ഒക്കില്ല, അത് സർവത്തിനെയും കാണുന്ന കണ്ണാണ്. അപ്പൊ സർവദൃക്കായി അകമേക്ക് അന്തര്യാമിയായിരിക്കുന്ന സർവസാക്ഷിയെ കാണുന്നതാണ് ഈശ്വര ദർശനം. സാക്ഷിയെ എല്ലാത്തിനും സർവസാക്ഷിയായി തന്നെ കാണുമ്പോൾ തന്നിൽ നിന്ന് അന്യമായി ഒന്നും അറിയപ്പെടാത്തത് കൊണ്ട് അവിടെ ദൃക്ക് ദൃശ്യം എന്നുള്ള ഭേദവും പോയി. ബൈബിളിൽ ഒരു വാക്കുണ്ട്, മഹർഷി എപ്പോഴും അത് ഉദ്ധരിക്കും. അത് ബൈബിളുകാർക്ക് മനസ്സിലാവുമോ മനസ്സിലാവില്ലയോ നമുക്ക് വേണമെങ്കിൽ പിടികിട്ടും എളുപ്പമായിട്ട്. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. നിശ്ചലമായിട്ട് ഇരിക്കൂ, ചുമ്മാ ഇരിക്കൂ എന്ന് ഇന്നലെ പറഞ്ഞല്ലോ. ചുമ്മാ ഇരിക്കൂ, അറിയപ്പെടുന്ന അനുഭവസ്വരൂപമായ ഐ ആം, ഞാൻ ഉണ്ട് എന്നുള്ളതുണ്ടല്ലോ, അത് തന്നെ ഈശ്വര സത്തയാണ്. ഐ ആം ദ വേ എന്നൊക്കെ ക്രിസ്തുവാണ് വഴി എന്ന് എഴുതി വയ്ക്കും. നമ്മുടെ ആളുകളും അതേ കാര്യം പറയണ്ടല്ലോ. അതുപോലെ ഐ ആം ദ വേ, ഇതിനൊക്കെ നമ്മൾ കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ തന്നെ യേശു ക്രിസ്തു ഒരിടത്ത് പറയുന്നു, ഞാൻ ഈ തത്വം അബ്രഹാമിന് പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവിനോട് ചോദിക്കുന്നു, അബ്രഹാം നിങ്ങൾ വരുന്നതിന് എത്രയോ 1000 വർഷം മുമ്പ് വന്ന ആളാണല്ലോ, നിങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഭഗവാൻ ഗീതയിൽ സൂര്യന് പഠിപ്പിച്ചു എന്ന് പറയണ പോലെ. അപ്പൊ ക്രിസ്തു പറയുന്നു, ട്രൂലി ഐ സേ അൺടു യു ദാറ്റ് ബിഫോർ അബ്രഹാം ഈസ് ഐ ആം. അവിടെ ഈസ് എന്നാണ് വാക്ക്. ബിഫോർ എന്താന്ന് വെച്ചാൽ ഐ ആം എന്നുള്ളത് എപ്പോഴും ഈസ്നെസ്സിലാണ്. ബിഫോർ അബ്രഹാം ഈസ് ഐ ആം. ഞാൻ എന്നുള്ളത് എപ്പോഴും ഉണ്ട്. അപ്പോ അബ്രഹാമിന് മുമ്പ് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്നാണോ അർത്ഥം? ഇതാണ് പറയണത്. ഈ സൂക്ഷ്മ തലത്തിൽ പറയുന്ന അനുഭവത്തിൽ നിന്ന് ജ്ഞാനികൾ പറയുന്ന വാക്കുകളൊക്കെ സാധാരണ ആളുകളുടെ കയ്യിൽ വരുമ്പോ കുറുക്കന്റെ കയ്യിൽ കിട്ടിയ ആമയെ പോലെ ആയിപ്പോകും. എന്ത് ചെയ്യണമെന്നറിയാതെ. എല്ലാ മഹാത്മാക്കളും ഇതേപോലെ അവരുടെ ഇതിൽ തന്നെ ഓൾഡ് ടെസ്റ്റമെന്റിൽ എവിടെയോ ന്യൂ ടെസ്റ്റമെന്റിലോ എവിടെയാ എനിക്ക് പിടിയില്ല, ഇതൊക്കെ മഹർഷി ഭഗവാൻ പറഞ്ഞ് കേൾക്കുന്നതാണ്. അതായത് മോസസ് ആണ് തോന്നുന്നു. ആ മോസസ് ഒരിടത്ത് പോയി ഇരുന്നപ്പോ അദ്ദേഹത്തിന് മുമ്പിൽ ഒരു അഗ്നി ആവിർഭവിച്ചു എന്നാണ്. എന്നുവെച്ചാൽ അദ്ദേഹത്തിനെ കൊണ്ട് ലോകത്തിൽ പലതും ചെയ്യിപ്പിക്കാൻ ആ മഹാശക്തി അദ്ദേഹത്തിന് അനുഭവം കൊടുത്തത് മുമ്പിൽ ഒരു അഗ്നിയായിട്ട്, ഒരു ബുഷ്, അതിലെ അഗ്നിയായിട്ട്. അപ്പൊ അഗ്നിയോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം. ചോദിക്കുമ്പോ ഞാനാണ്, അഹമസ്മി യോഹമസ്മി അഹമേവാഹമസ്മി എന്ന് വേദം പറയുന്ന പോലെ അത് പറഞ്ഞു അത്രേ. അയാം 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 എന്ന് പറഞ്ഞു അത്രേ. ഐ ഞാൻ 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 എന്നുവെച്ചാൽ അതിന് മാത്രമേ ആ ഞാൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ആ അഗ്നിയുടെ ആവിർഭാവമാണ് അരുണാചലത്തിലും അഗ്നിയായിട്ട് ഭഗവാൻ ആവിർഭവിച്ചു എന്നൊക്കെ പറയണത്. അഗ്നിസ്തംഭമായിട്ട് ജ്ഞാനത്തിരൽ എന്നാണ് ജ്ഞാനസംബന്ധർ വിളിച്ചത്. ആ അഗ്നിയെ സാധാരണ അഗ്നിയായിട്ടല്ല, ജ്ഞാനത്തിരൽ, ஞானத்தபோதனரை വാവെன்று അഴിക്കും മലൈ എന്നാണ്. ജ്ഞാനത്തിരൽ, ജ്ഞാനമാവുന്ന അഗ്നി എന്നാണ്. അപ്പൊ ആ അഗ്നി അത് ആത്മസ്ഫൂർത്തിയാണ്, ആത്മസ്ഫൂർത്തിയാവുന്ന അഗ്നിയാണ്.
അപ്പൊ ആ വസ്തു നമുക്ക് നമ്മളുടെ അകമേ സിദ്ധമായിട്ടിരിക്കുന്നു. ഈശ്വരനെ അവസാനം അവിടെ തന്നെ കാണണം, തന്നിൽ തന്നെ കാണണം. ദ്രഷ്ടുരന്യ പരമഃ, ദ്രഷ്ടാവായ സാക്ഷിയിൽ നിന്ന് അന്യമായ ഒരു പരമേശ്വരനെ കണ്ടെത്താൻ ഒക്കുകയില്ല. തസ്യ വീക്ഷ, ആ പരമേശ്വരനെ കാണുക എന്ന് പറയുന്നത് സ്വമൂലേ പ്രവിലീയ നിഷ്ഠ, തന്റെ തന്നെ മൂലത്തിൽ, സോഴ്സില് പ്രവിലീയ നിഷ്ഠ. ഭാഗവതത്തിൽ ഗജേന്ദ്രമോക്ഷ സന്ദർഭത്തിൽ ഇവിടെ ഗജേന്ദ്രൻ പറയുന്നു, എന്താത് ശ്ലോകം? സ ആത്മമൂലോ അവതുമേ പരാത്പര, തനിക്ക് മൂലമായിട്ടുള്ള അധിഷ്ഠാനമായിട്ടുള്ള ആ സത്യം എന്നെ രക്ഷിക്കട്ടെ എന്നാണ്. ഗജേന്ദ്രമോക്ഷം ജ്ഞാനപ്രാപ്തിയുടെ കഥയാണത്. അതൊക്കെ സിംബോളിക്കാണ്, അല്ലാതെ ഒരു ആനയെ നിന്നു, ആനയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞാലൊന്നും യോജിക്കില്ല. ആന എന്നൊക്കെ സുഖബ്രഹ്മ മഹർഷി ആന എന്നുള്ള പദം അവിടെ പറയാൻ തന്നെ കാരണം, ആനയെപ്പോലെ ബലമായ അഹങ്കാരം അത് അത്ര പെട്ടെന്ന് അടങ്ങില്ല. അത് തന്റെ ബലത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതാണ് ഈ ഗജേന്ദ്രമോക്ഷ കഥ. എത്രയോ ആളുകൾ എനിക്ക് പുറകിലുണ്ട്, ഞാൻ എല്ലാവരുടെയും ലീഡറാണ് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഈ ആന വെള്ളത്തിൽ മുതല പിടിച്ചു. മുതല എന്താ? സംസാരം, കാലമാവുന്ന മുതല. ഇതൊക്കെ ഭാഗവതത്തിൽ തന്നെ ഉണ്ട്. ഇതൊന്നും നമ്മൾ ഇന്റർപ്രിട്ടേഷനേ വേണ്ട. ഭാഗവതം തന്നെ പറയുന്നു, കാലമാവുന്ന നക്രം പിടിച്ചു എന്നാണ്. കാലമാകുന്ന നക്രം കാലിൽ പിടിച്ചു എന്ന് അന്തകോരകൻ എന്ന് പറയുന്നു. അന്തകനാവുന്ന ഉരകം കാലിൽ പിടിച്ചപ്പോഴാണ് ഈ ആന ആദ്യം തന്റെ ബലത്തിൽ വിശ്വസിച്ചു. ആരും സഹായിക്കണ്ടെന്ന് പറഞ്ഞു അത്രേ ബാക്കിയുള്ള ആനകളോട്, ഞാൻ തന്നെ സ്വയം വലിച്ചോളാം. പിന്നെ ഓരോരുത്തരുടെ അടുത്തായി സഹായം ചോദിച്ചു. ആരുടെ സഹായവും പ്രയോജനപ്പെടാതാവുമ്പോഴാണ് ആത്മമൂലത്തിനെ അന്വേഷിക്കണതെന്നാണ്. തന്റെ അഹങ്കാരത്തിന്റെ ബലവും പ്രയോജനപ്പെട്ടില്ല, താൻ വിശ്വസിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ ബലവും പ്രയോജനപ്പെട്ടില്ല എന്ന് കണ്ടപ്പോ തന്നെയും മറ്റുള്ളവരെയും വിടാൻ തയ്യാറായി. മറ്റുള്ളവരെ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ, ഉപേക്ഷിക്കണവനെ ഉപേക്ഷിക്കണമല്ലോ. ആ ഉപേക്ഷിക്കണവനെയും ഉപേക്ഷിക്കാൻ തയ്യാറായ ഘട്ടത്തിലാണ് ഗരുഡനിൽ ഭഗവാൻ പറന്നു വന്നു. ജ്ഞാനം ആവിർഭവിച്ചതിന് ഛന്തോമയേന ഗരുഡേന സമൂഹ്യമാനഃ എന്നാണ്. ഛന്തോമയം, ജ്ഞാനസ്വരൂപമായ ഗരുഡൻ എന്ന് ഭാഗവതം തന്നെ പറയും. അത് അകമേക്ക് പ്രകാശിച്ചു എന്നാണ്. എന്നിട്ട് ആദ്യം ആ മുതലയെ ഇല്ലാതാക്കി എന്ന് വെച്ചാലോ കാലത്തിനെ, മരണത്തിനെ ഇല്ലാതാക്കി തീർത്തു. മരണം നിശേഷം പോയി. ആ സ്തുതി ഏറ്റവും പ്രധാന സ്തുതികളിൽപ്പെട്ട സ്തുതിയാണ് ഭാഗവതത്തിൽ. അത് ഉപനിഷത്താണ്. ആദ്യത്തെ ശ്ലോകം മുതൽ ഓം എന്ന് പ്രണവത്തോടെയാണ് ആരംഭം. ഏതൊന്നിൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നുവോ, ഏതൊന്നിൽ നിന്നും പ്രപഞ്ചം ഉദ്ഭവിച്ചുവോ, ഏതൊന്നിൽ നിൽക്കുന്നുവോ, ഏതൊന്നിൽ ലയിക്കുന്നുവോ, ഏതൊന്നു സ്വയമേവ സ്വയം പ്രകാശ വസ്തുവോ, അങ്ങനെയുള്ള ആ പരമപ്രകാശത്തിന് ഞാൻ ശരണാഗതി ചെയ്യുന്നു എന്നും പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിനാണ് ഭട്ടതിരി നാരായണീയത്തിൽ യസ്മിൻ ഏതദ് വിഭാതം യത ഇതം അഭവത് യേന ചേതം യേതത് യോസ്മാത് ഉത്തീർണരൂപോ ഖലു ജഗത്, എന്താണ്? യോസ്മാത് ഉത്തീർണരൂപോ ഖലു സകലമിതം ഭാസിതം യസ്യ ഭാസ. ഒക്കെ എല്ലാ വിഭക്തികളും അതിൽ വന്നു. എന്നുവെച്ചാൽ കാരകത്തിന് ഇടമേ ഇല്ലാതെ പോയി. ഞാൻ ചെയ്യണു എന്ന് വെച്ചാൽ യവൻ സത്യമോ, യവനാൽ ഇത് സൃഷ്ടിക്കപ്പെട്ടുവോ, യവൻ തന്നെ ഇതുവോ, യവനിൽ നിന്നും ഇത് മുഴുവൻ ഉദ്ഭവിച്ചുവോ, ഏതൊരുത്തന്റേതാണോ ഇത്, ഏതൊരുത്തനിൽ ഇത് മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരിടത്തും ഈ ജീവാഹന്തയ്ക്ക് ചലിക്കാനേ ഇടമില്ലാത്ത വിധത്തിൽ ആ സത്യത്തിന്റെ അനുഭവം. നമ്മളുടെ അഹന്ത 7 വിധത്തിൽ ചലിക്കുമല്ലോ നമ്മളുടെ അകത്ത്. 6 കാരകങ്ങളുടെ രൂപത്തിൽ, 7 വിഭക്തികളുടെ രൂപത്തിൽ നമ്മളുടെ ഉള്ളിൽ ചലനമുണ്ട്. ഞാൻ എന്ന് പറയും, പിന്നെ എന്നെ എന്ന് പറയും, പിന്നെ എന്നെ കൊണ്ട് നടന്നു എന്ന് പറയും, പിന്നെ എന്റേതാണ്, എനിക്ക് വേണ്ടി എന്ന് പറയും, പിന്നെ എന്നിൽ നിന്നും ഉണ്ടായി എന്ന് പറയും, പിന്നെ എന്റെ എന്ന് പറയും, എന്നിൽ. ഇങ്ങനെ 7 തരത്തിലുള്ള ചലനത്തെയും വിരോധിക്കുന്ന അനുഭവത്തിന് പേരാണ് ഭക്തി.
7 വിഭക്തികളെയും ഇല്ലാതാക്കുന്ന അനുഭവസ്വരൂപമായ ജ്ഞാനമാണ് ഭക്തി. ആ പദം അങ്ങനെയാണ് ഭക്തി എന്ന് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഭക്തി എന്നുള്ള പദത്തിന് ഒരു ഇമോഷനും അർത്ഥമല്ല. ഭക്തിയുടെ പുരാതനമായ ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നോക്കിയാൽ ജ്ഞാനത്തിനാണ് ഭക്തി എന്ന് പറയുന്നത്. അതാണ് ആചാര്യസ്വാമികൾ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്ന് പറഞ്ഞത്. ഗീതയിലും ഭഗവാൻ ഒരു വികാരത്തിനെയും ഭക്തിയുടെ കൂട്ടത്തിൽ കൂട്ടി പറഞ്ഞില്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമേ പ്രിയ അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യത സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ എന്നൊക്കെ പറയുമ്പോ ഭക്തി സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ എന്തൊക്കെ ലക്ഷണം പറഞ്ഞു അതൊക്കെ അവിടെ എടുത്തു വെച്ച് ഭക്തൻ പറഞ്ഞു. അത്ര തന്നെ. എന്നുവെച്ചാൽ ഒരിടത്തും ഈ വ്യക്തിബോധത്തിന്റെ ചലനത്തിനെ സമ്മതിച്ചു കൊടുക്കാത്ത പൂർണ്ണാനുഭവത്തിനെയാണ് അവിടെ ഭക്തി. അത് തന്നെയാണ് ഗജേന്ദ്രമോക്ഷ സന്ദർഭത്തിൽ ഈ സ്തുതിയിലും ഗജേന്ദ്രൻ പറയണത്. എന്റെ മൂലമായി ഇരുന്നു കൊണ്ട് എന്നെ എടുത്ത് വിഴുങ്ങുന്ന വസ്തു. അതാണ് അരുണഗിരിനാഥർ പറഞ്ഞത്. യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. யானோ மனமோ என ஆண்ட இடம் தானோ പൊരുളാവത് ഷൺമുഖനേ. കന്ദരനുഭൂതിയിൽ അദ്ദേഹത്തിന് അനുഭൂതിയാണ്, അനുഭൂതിയുടെ പാട്ടാണല്ലോ അതൊക്കെ. അദ്ദേഹം തനിക്ക് ഏർപ്പെട്ട അനുഭവത്തിനെ പറയണു. നവിൽ നാൻ മറയോ ജ്ഞാനോദയമോ, എന്താണ് പൊരുൾ, എന്താണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ പറയാണ് മനസ്സാണോ ബുദ്ധിയാണോ അറിവാണോ വേദം പഠിക്കണതാണോ, യാനോ ഞാനാണോ, മനമോ മനസ്സാണോ, എന്നെ ആണ്ട ഇടം താനോ പൊരുളാവത് ഷൺമുഖനെ, എന്നെ ഏതോ ഒന്ന് പിടിച്ചു വിഴുങ്ങിയാലോ അതാണോ പൊരുള്. ഓരോന്നായി അന്വേഷിക്കുകയാണ്. ഏതോ ഒന്ന് എന്നെ പിടിച്ചു വിഴുങ്ങിക്കളഞ്ഞുവല്ലോ അതാണോ. എന്നിട്ടാണ് പിന്നെ പറയണത് യാനാകിയ എന്നെ, അതായത് ഞാൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ ഇയാളെ നോക്കണേ. ഇത് രമണ മഹർഷി ഉണ്ടാക്കിയ ഫിലോസഫി ഒന്നുമല്ലേ. യാനാകിയ എന്നെ, സത്യം കണ്ടെത്തിയവരൊക്കെ ഇങ്ങനെ തന്നെ പറയണം. അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടില്ല എന്നർത്ഥം. നമ്മൾ പല മഹാത്മാക്കളുടെയും ഇപ്പൊ കഥ പറഞ്ഞൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട്. എത്രയോ മഹാത്മാക്കളുടെ കഥകൾ ഇപ്പൊ മഹാരാഷ്ട്രയിലുള്ള ഭക്തന്മാരുടെ ഒക്കെ. അതൊക്കെ നിങ്ങള് സത്യം വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. കഥ പറയണവരെ ഒന്നും വിശ്വസിക്കാതെ ഡയറക്റ്റായിട്ട് അവരുടെ പുസ്തകത്തിൽ അവര് ഡയറക്റ്റായി എന്തു പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വതന്ത്രമായി ഒന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഇതേ കാര്യം അവിടെ കാണാം. പക്ഷെ ഈ പറയുന്നവർ അതൊക്കെ വിട്ടുകളയും. ഇനി കുറച്ചു കഴിഞ്ഞാൽ രമണ മഹർഷിയുടെ കാര്യത്തിലും അതൊക്കെ വിട്ടുകളയും. ഇപ്പൊ തന്നെ തമിഴ്നാട്ടുകാര് കഥയുണ്ടാക്കാൻ മന്നന്മാരാണ്. ഇപ്പൊ തന്നെ മഹർഷിയുടെ പേരിൽ ധാരാളം പാട്ടുകളും ഒക്കെ എഴുതി കഴിഞ്ഞു. അദ്ദേഹം മല ചുറ്റി പ്രദക്ഷിണം ചെയ്തു, അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ഒക്കെ പോയി കളയും. സത്യത്തിനെ മറയ്ക്കാൻ കപളനം ചെയ്യാനായി മായ ഭക്തന്മാരുടെ വേഷം കെട്ടി വരും. ഒരു കഥയുണ്ട്, ഒരു അനക്ഡോട്ട്. ഒരു ചാത്താൻ ഒരിടത്ത് ഇരിക്കുന്നു. ചാത്താന്റെ പണി എന്താ? ലോകത്തിലുള്ളവർ ജ്ഞാനം നേടാൻ പാടില്ല എന്നാണ്. അതിനെന്തെങ്കിലുമൊക്കെ തടസ്സം ചെയ്യണം. അപ്പൊ അതിന്റെ അടുത്തേക്ക് ഒരു കുട്ടിച്ചാത്താൻ പോയിട്ട് പറഞ്ഞു, എന്താ നീ ഇങ്ങനെ ഇരിക്കണത്? ലോകത്തിലതാ ഒരാൾ ജ്ഞാനം നേടിയിരിക്കുന്നു, സാക്ഷാത്കാരം നേടിയിരിക്കുന്നു. നീ ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ കുഴപ്പം പോവും. പോയിട്ട് എന്തെങ്കിലുമൊക്കെ തടസ്സം ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരൊക്കെ ജ്ഞാനികളാവും. എത്ര പേരാ അയാളുടെ ഇത് കേൾക്കാൻ പോണതോ നോക്കൂ എന്ന് പറഞ്ഞ് ഈ കുട്ടിച്ചാത്താൻ കംപ്ലൈന്റ് ചെയ്യാണ്. അപ്പൊ വലിയ ചാത്താൻ പറഞ്ഞു അത്രേ, നീ അമ്മച്ചുവറാണ്, ഇനിയും ഒന്നും ആയിട്ടില്ലേ, നീ അവിടെ ഇരിക്കേ, ഞാൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. അയാൾ ഉപദേശിക്കണതൊന്നും ആളുകൾക്ക് ഒന്നും കിട്ടില്ല. എന്താ എന്ത് ധൈര്യത്തിലാ അങ്ങനെ പറയണത് എന്ന് ചോദിച്ചു ഈ കുട്ടിച്ചാത്താൻ. അപ്പൊ വലിയ ചാത്താൻ പറഞ്ഞു അത്രേ, നോക്കൂ അയാളുടെ ചുറ്റും കുറെ ആളുകൾ ഇരിക്കണ്ടല്ലോ, അവരൊക്കെ ആരാ അറിയോ? അറിയാം, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ. ഞാൻ ഏർപ്പാടാക്കിയ ആളുകളാ. ഇനി അയാൾ പറയണതൊന്നും ഡയറക്റ്റായിട്ട് ജനങ്ങളിൽ പോയി ചേരില്ല. ഒക്കെ ഇവര് ഇന്റർപ്രറ്റ് ചെയ്തിട്ട് മുഴുവൻ കൈയും കാലും തലയൊക്കെ വേർപെടുത്തിയിട്ടേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അത്രയും. ഇത് സത്യമാണ്. ഈ കഥ നമുക്ക് തമാശയായിട്ട് തോന്നുന്നുവെങ്കിലും എല്ലാ മഹാത്മാക്കൾക്കും എല്ലാ ജ്ഞാനികൾക്കും ഏർപ്പെട്ട ഒരു ദുഃഖം ഇതാണ്. അവരെ പ്രചരിപ്പിക്കണു എന്ന് പറഞ്ഞ് പലപ്പോഴും സൂര്യന് വിളക്ക് കൊളുത്തി കാണിക്കണോ? അതുപോലെ പ്രചരിപ്പിക്കൽ എന്താണ്? ആ അനുഭവം നമ്മൾക്ക് ഉണ്ടാവലാണ് പ്രചരിപ്പിക്കൽ.
അവർ ഏതൊരു അനുഭവത്തിനെ പറഞ്ഞുവോ ആ അനുഭവത്തിൽ നമ്മൾ നിന്നുകൊണ്ട് അവരുടെ പേര് പോലും പറയേണ്ട ആവശ്യമില്ല. അവരുടെ പേര് പോലും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും എനിക്ക് രമണ മഹർഷി എന്നൊക്കെ പറയണത് എന്തിനാന്ന് വെച്ചാൽ, നമ്മള് ഭഗവാന്റെ കഥകള് പുരാണങ്ങളൊക്കെ പറയുമ്പോൾ ഒരു രസമുണ്ടല്ലോ, അതുപോലെ മഹാത്മാക്കളുടെ പേര് പറയുമ്പോൾ ഒരു രസം, നമുക്കൊരു ദർശനം ഉണ്ടാവും സൂക്ഷ്മതലത്തിൽ. അതിനുവേണ്ടി പറയണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രമാണത്തിന് വേണ്ടിയല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു സെക്ടും ഒരു ഓർഗനൈസേഷനും ഒന്നും ഉണ്ടാക്കാനല്ല. നമുക്ക് രമണ മഹർഷിയും ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരും കൃഷ്ണനും ശിവനും ഇനിയിപ്പോ ഏതൊക്കെ ജ്ഞാനികൾ അറിയപ്പെടാതെ ഉണ്ടോ ഒക്കെ ഒന്ന് തന്നെ, ഒന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല. മഹർഷി എന്ന് പറഞ്ഞിട്ട് മഹർഷിക്ക് പുതിയതായിട്ടൊരു ആത്മാവൊന്നും ഉണ്ടായില്ല. ഭഗവാൻ തന്നെ ചോദിച്ചു, രാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദനെ തൊട്ട ഉടനെ വിവേകാനന്ദന് അനുഭൂതി ഉണ്ടായല്ലോ എന്ന് പറഞ്ഞു. ഒരു അത്ഭുതവും ഭഗവാൻ സമ്മതിക്കില്ലേ. എന്താന്ന് വെച്ചാൽ അത്ഭുതപ്പെടുന്ന മനസ്സ് വളരെ ഷാലോ ആണ്. അപ്പൊ വിവേകാനന്ദൻ ഇങ്ങനെ എന്തോ ഉണ്ടായല്ലോ എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ ഭഗവാൻ ഓ രാമകൃഷ്ണർ ആത്മാവിനെ ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചു. എല്ലാവരുടെ ഉള്ളിലുള്ള സത്യം അത് എല്ലാവർക്കും പ്രകാശപ്പെടുത്തി കൊടുക്കാനാണെന്നാണ്, ഒന്നിലും അത്ഭുതപ്പെടാനല്ല. നമുക്കൊരു പതുക്കെ പതുക്കെ ധ്യാനം ഉണ്ടാവാനായിട്ട് ഈ കഥകളൊക്കെ വളരെ സൂക്ഷിച്ചു വേണം. അതാണ് പറഞ്ഞത്, മഹാത്മാക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ ഞാനും അദ്ദേഹവുമായിട്ട് നിൽക്കാൻ പാടില്ല. നമ്മളെ അതായിട്ട് തീരുകയാണെങ്കിൽ, രണ്ടില്ലാത്ത ഭാവത്തോടുകൂടെ ആണെങ്കിൽ അത് പ്രയോജനപ്പെടും. ആ രീതിയിലാണ് ഭക്തന്മാരൊക്കെ ഇപ്പോ ഓരോരുത്തരും അവരുടെ ഇഷ്ടദൈവമായിട്ട് ഒരു മൂർത്തിയെ പറയണത് ആ ഭാവത്തിലാണ്. പക്ഷെ അതൊക്കെ സാധാരണ ആളുകളുടെ അടുത്ത് വരുമ്പോഴേക്കും കോൺസെപ്റ്റ് ആവും. അതൊക്കെ ജഡമായ അനുഭവങ്ങളായിട്ട് മാറും. അങ്ങനെ ആവുമ്പോൾ അത് പ്രയോജനപ്പെടില്ല. അപ്പൊ എല്ലാ മഹാത്മാക്കളും എല്ലാ ജ്ഞാനികളും ഈ ഒരേ അനുഭവത്തിനെ പല ഭാഷയിലും മാറ്റി മാറ്റി പറഞ്ഞു വന്നിരിക്കണു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കണം, ഉണ്ടാവണം. മഹാരാഷ്ട്ര സെയിൻസിന്റെ ഇടയിലും എനിക്ക് ആദ്യമൊക്കെ ആശ്ചര്യമായിരുന്നു. ഇതെങ്ങനെ ഇതല്ലാതെ വല്ലതും പാടിയ പോലെയൊക്കെ തോന്നുന്നു. എന്താന്ന് വെച്ചാൽ പലരിൽ നിന്നും കേട്ടതാണ്. ഇപ്പൊ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയിട്ട് അതിനകത്തേക്ക് പോയി നോക്കുമ്പോൾ അവരും ഇതൊക്കെ തന്നെയാ പറയണത്. ഇതല്ലാതെ വേറെ ഇത് എങ്ങനെ പറയാൻ പറ്റും? ഈ സത്യമല്ലാതെ വേറെ പുതിയൊരു സത്യം ഉണ്ടാക്കാൻ പറ്റുമോ? പക്ഷെ എന്താ, ആളുകൾക്ക് അത് പറഞ്ഞു കഴിഞ്ഞാൽ I am not taking dignity for myself, but I am giving dignity to you. So you will not follow me. അതാണ് പ്രോബ്ലം. അതുകൊണ്ട് ഒരു കൂട്ടം കിട്ടണമെങ്കിൽ എന്ത് വേണം? അതിന് കോൺക്രീറ്റ് ആയിട്ടൊരു ഷേപ്പ് കൊടുത്താലേ ഒരു കൂട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതങ്ങനെ വിചാരിച്ചിട്ടല്ല. പക്ഷെ ഈ വസ്തുവിനെ എന്തുകൊണ്ടോ അടുക്കാതെ അതിനെ വേറെ പലതും പറഞ്ഞ് വിശേഷിപ്പിച്ച് നമ്മൾ പ്രചരിപ്പിക്കണമെന്നാണ്. സത്യത്തിനെ ഒരിക്കലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊണ്ടും പ്രചരിപ്പിക്കാൻ പറ്റില്ല. മഹർഷി തന്നെ ഇതിനൊരു ഉദാഹരണം പറയും. ഉദാഹരണങ്ങൾ കൊണ്ടും കഥകൾ കൊണ്ടും രൂപം കൊണ്ടും ഒക്കെ സത്യത്തിനെ സിംപ്ലിഫൈ ചെയ്യാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പുറപ്പെട്ടാൽ എന്താവും എന്നുള്ളതിന് അദ്ദേഹം ഒരു ഉദാഹരണം പറയണത്, ഒരു കണ്ണ് കാണാത്ത ആള്, അദ്ദേഹം പാലേ കണ്ടിട്ടില്ല പാവം. അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ, ഒരു കുട്ടിക്ക് പാല് കൊടുത്ത് ദഹനക്കേട് പിടിച്ചു എന്ന്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പാലോ അതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു. അത്രേ, അപ്പൊ വെളുത്തിട്ടുണ്ടാവും. വെളുപ്പോ അതെങ്ങനെ ഉണ്ടാവും ചോദിച്ചു. കൊക്കിനെ പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. കൊക്ക് എങ്ങനെ ഉണ്ടാവും ചോദിച്ചു. ഇയാൾ പാവം ഒന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോ കൈ ഇങ്ങനെ വളച്ചു പിടിച്ചിട്ട് കൊക്കിനെ പോലെ ആക്കിയിട്ട് തൊടാൻ പറഞ്ഞു അത്ര, ഇതാ ഇതുപോലെ ഉണ്ടാവും. അയ്യോ, ഇത്ര വലിയ സാധനം വിഴുങ്ങിയിട്ട് കുട്ടി ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു. ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചതാണേ. എന്തായി? ഉദാഹരണങ്ങളൊന്നും തന്നെ സത്യത്തിനോട് അടുക്കില്ല. ഒരു ഉദാഹരണവും സത്യത്തിനോട് അടുക്കില്ല. പക്ഷേ നമ്മള് ഉദാഹരണങ്ങളൊക്കെ പറയണത് പലപ്പോഴും സത്യത്തിൽ നിന്ന് അകന്നു പോകും. പിന്നെയും എന്താ പറയാ, ശാഖാചന്ദ്ര ന്യായം എന്ന് പറയണ പോലെ ചന്ദ്രനെ കാണിച്ചു കൊടുക്കാൻ അടുത്തുള്ള ഒരു ശാഖയെ കാണിച്ചു കൊടുത്ത് അതിനടുത്ത് പോവാ. അതേപോലെയാണ് നമ്മൾ ഈ മഹാത്മാക്കളുടെ കഥകളൊക്കെ പറയണത് പോലും അതിനു വേണ്ടിയിട്ടാണ്. ശാഖാചന്ദ്രന്യായം പോലെ അത് നേടിയവരെ കാണിച്ചു കൊടുത്ത് ആദ്യം അമ്പലത്തിന്റെ ഗോപുരം കാണിച്ചു കൊടുക്കണു, പിന്നെ അമ്പലത്തിന്റെ ഉള്ളിലുള്ളത് കാണിച്ചു കൊടുക്കണു, പിന്നെ ശ്രീകോവിൽ കാണിച്ചു കൊടുക്കണു, ഉള്ളിലുള്ള മൂർത്തി എന്നുള്ള പോലെ സാധുക്കളെയൊക്കെ കാണിച്ചു തന്ന്
അവരുടെ ഉള്ളിൽ യശ്ചായം പുരുഷേ, സൂര്യനെ ആദ്യം ഉപാസിക്കാൻ പറയും. അതാണ് ഔപനിഷിതമായ സമ്പ്രദായം. സൂര്യനെ ഉപാസിക്കൂ എന്ന് പറഞ്ഞ് ഗായത്രിയിലും മന്ത്രത്തിന് ആദ്യം സൂര്യന്റെ ഉള്ളിലിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഫലിപ്പിച്ച് അവസാനം ശ്രുതി എന്തു പറയുന്നു? യശ്ചായം പുരുഷേ യശ്ചാസാവാദിത്യേ സ ഏകഃ. ഏതൊരു പുരുഷൻ എന്നിലുണ്ടോ, ഏതൊരുത്തൻ ഈ ആദിത്യനിലുണ്ടോ, രണ്ടോ ഒന്നാണ്, ഒരേ വസ്തുവാണ് എന്ന് അനുഭവ പരിസമാപ്തി ഉണ്ടാവണമെങ്കിൽ അങ്ങനെ അറിഞ്ഞേ വെക്കൂ. പക്ഷെ ഭഗവാൻ മഹർഷി ഷടിച്ചത് എന്താന്ന് വെച്ചാൽ ഇത് ആരംഭത്തിലേ അറിയണമെന്നുള്ള ശാഠ്യമായിരുന്നു മഹർഷി. എന്താന്ന് വെച്ചാൽ അനുഭൂതിക്ക് വന്നില്ലെങ്കിൽ പോലും അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെയൊക്കെയോ ചുറ്റും. നമുക്ക് കാശി ഇവിടുന്ന് ദൂരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കാശിയാക്കിയാണ് പോണ്ടതെന്ന് അറിയണം. ഇല്ലെങ്കിൽ കാശി വരെ പോയിട്ട് പോലും വിശ്വനാഥനെ കാണാനത് തിരിച്ചു വരും. എന്താന്ന് വെച്ചാൽ ഇതാണ് കാശി എന്ന് പോലും അറിയില്ല. വാസ്തവത്തിൽ ഞങ്ങളുടെ അവിടുന്ന് തുണിക്കച്ചവടക്കാർ കുറച്ചുപേര് പോയി കാശിയിൽ പോയി തുണിയൊക്കെ എടുത്തു വന്നു. അപ്പോ ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ട് കാശിയിൽ പോയി ഗംഗയിൽ കുളിച്ചോ? ഞങ്ങൾ വാരാണസിക്കാണ് പോയിട്ട് വന്നതെന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും? 2 സ്റ്റേഷനുണ്ട് അവിടെ വാരാണസി. ചെറിയ ഒരു ഇതില് എന്നുവെച്ചാൽ അവർക്ക് ഉദ്ദേശം അതല്ലാതെ കൊണ്ട് അതിന്റെ അടുത്തുകൂടെ പോയിട്ട് വന്നിട്ടുണ്ട്. അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ മെനക്കിട്ട് പോയാലും അവിടെ എത്തും. അപ്പോ ലക്ഷ്യത്തിനെ അറിയണം എന്നാണ്. അറിഞ്ഞ അകമയ്ക്ക് വെച്ചുകൊണ്ട് എന്ത് ഉപാസന ചെയ്താലും എന്ത് വിധത്തിൽ ഭഗവാനെ ആരാധിച്ചാലും ലക്ഷ്യത്തിലെത്തും. അത് അറിഞ്ഞിട്ടില്ലെങ്കിലോ ഒരുപക്ഷെ സത്യത്തിനോട് വളരെ അടുത്തിരുന്നിട്ട് പോലും പറ്റില്ല. അപ്പോ അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, യദീക്ഷിതുഹു വീക്ഷണം ഈക്ഷിതാരം അവീക്ഷിതൻ മാനസികക്ഷണം സ്യാത് ന ദ്രഷ്ടുരന്യ പരമോഹിതസ്യ വീക്ഷാ സ്വമൂലേ പ്രവിലീയ നിഷ്ഠ. ഉള്ളിൽ സാക്ഷിയായിരിക്കുന്ന ബോധമാണ് ഭഗവാന്റെ സ്വരൂപം. അത് അറിഞ്ഞാൽ ആ മൂലത്തിൽ അടങ്ങിയിരിക്കലാണ് ഭക്തി സാധന. ഉദിത്ത ഇടത്തിൽ ഒടുങ്ങിയിരുത്തൽ കർമ്മവും ഭക്തിയും ഉന്തീപ്പര യോഗജ്ഞാനവും ഉന്തീപ്പര എന്ന് ഉപദേശം 56 ഭഗവാന്റെ വചനം. സ്ഥലയ മനസ്വസ്ഥത ക്രിയാ ഭക്തിയോഗ ബോധാശ്ച നിശ്ചിതം. ഹൃദയത്തിൽ മനസ്സ് സ്വസ്ഥമായി അടങ്ങിയിരിക്കലാണ് ഭക്തി, രാജയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എല്ലാത്തിന്റെയും സാരം. ആത്മാവിനെ കണ്ടാൽ, ജീവാത്മാവ് എന്താണ് എന്ന് കണ്ടാൽ പരമാത്മാവിനെ കണ്ടു എന്നുള്ള വേദവചനം. തമേവൈകം ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അരേ അയമാത്മാ ദ്രഷ്ടവ്യ എന്നൊക്കെ ശ്രുതി പറയുമ്പോ ആത്മാവിനെ കാണൽ എങ്ങനെ സാധിക്കും? ഭഗവാൻ ഇവിടെ ചോദിക്കുകയാണ്, ന ആത്മൈവ ദൃശ്യ. ആത്മാവ് ഒരിക്കലും ദൃശ്യപദാർത്ഥമാവുകയേ ഇല്ല. അതെല്ലാത്തിനെയും കാണുന്ന കണ്ണാണ്. അതിനെങ്ങനെ കാണും? അപ്പൊ ഈ ആഗമവാക്യത്തിന്റെ അർത്ഥം അത്ര കണ്ട് നമ്മൾ വിചാരിക്കണ പോലെ സ്ഥൂലമല്ല എന്ന് ഭഗവാൻ പറയാം. ആത്മാവിനെ തന്നെ കാണാനൊക്കില്ല, പിന്നെ ഈശ്വരനെ കാണൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്നാലും നമുക്ക് വേറെ ഒരു ബെറ്റർ വാക്കില്ലാത്തത് കൊണ്ട് ഈശ്വര ദർശനം എന്നൊക്കെ പറയണു, അത്രേ ഉള്ളൂ. ആത്മൈവ ദൃശ്യ. ആത്മാവ് തന്നെ കണ്ണുകൊണ്ട് കാണുന്നൊരു വസ്തുവല്ല. അങ്ങനെയാണെങ്കിൽ കാ കഥ ഈശ്വരനിൽ ഈശ്വര ദർശനത്തിന്റെ കഥ പിന്നെ എന്ത് പറയാനോ ഉള്ളത്? ഈശ്വര ദർശനം എന്ന് വെച്ചാൽ എന്ത്? ഈ ഈശ്വരനെ അന്വേഷിക്കുന്ന ഞാൻ, അതായത് ജീവൻ, സ്വയം തദന്യീഭവനം തദീക്ഷ. തന്റെ മൂലം, ഇന്നലെ പറഞ്ഞല്ലോ ആത്മമൂലം, ആ ആത്മമൂലത്തിൽ താൻ ഇല്ലാതാവുന്നതാണ് ഈശ്വര ദർശനം എന്നാണ്. സ്വയം തദന്യീഭവനം. അന്നം എന്ന് വെച്ചാൽ ചാപ്പാട്. അന്യീഭവനം എന്ന് വെച്ചാൽ ഭഗവാന് അന്നമായിട്ട് തീരണമെന്ന് അർത്ഥം. എന്ന് വെച്ചാലോ ആ മൂലം നമ്മളെ പിടിച്ച് വിഴുങ്ങിക്കളയുന്നു. ഈ ജീവ അനുഭൂതിയുടെ മൂലമായിട്ടുള്ള ബോധമണ്ഡലം ഈ ജീവാനുഭവത്തിനെ വിഴുങ്ങിക്കളയുന്നു. ഞാൻ എന്നുള്ള ഈ കൊച്ചു ജീവാനുഭവം, അഹങ്കാരം, അതിന് ചുവട്ടിലുള്ള ബോധാനുഭവത്തിൽ ഇല്ലാതാവുന്നു. അനേകം ഭക്തന്മാർ അങ്ങനെ പാടിയിട്ടുണ്ട്. ഭഗവാനെ കാണുമ്പോ
ഭഗവാനെ എടുത്ത് വിഴുങ്ങണമെന്ന് തോന്നണു എന്നൊക്കെ. ഭട്ടതിരി തന്നെ പറയണു, നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വ പരമരസ സുഖാംബോധിപൂരേരമേരന്. കണ്ണുകൊണ്ടും ചെവി കൊണ്ടും ഒക്കെ കുടിക്കുക. എന്നുവെച്ചാൽ ഞാൻ ഭോക്താവും ഈശ്വരൻ ഭോജ്യവുമായി തീരണമെന്ന് ഈ ജീവനൊരാഗ്രഹം. അതാണ് ചില ദ്വൈതികളൊക്കെ ഒരു പറയും, ഞങ്ങൾക്ക് അദ്വൈതം വേണ്ട, പഞ്ചസാര ആകാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, പഞ്ചസാര തിന്നുന്ന ഉറുമ്പായിട്ടിരിക്കാനാണ് ആഗ്രഹം. ഒരു ചൊല്ലുണ്ട്. ഈ ഉദാഹരണമൊക്കെ കേട്ടാൽ നമുക്ക് രസം തോന്നും, പക്ഷെ വാസ്തവമല്ല അത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ജീവൻ ഭോക്താവും ഈശ്വരൻ ഭോജ്യവുമായിട്ട് ഇരിക്കാനേ ഒക്കില്ല എന്നാണ്. ഈശ്വരൻ തന്നെ ഭോക്താവാകും, ഈ ജീവൻ ഭോജ്യമായിട്ട് മാറും. അതാണ് ഗോപീഭാവം എന്ന് പറയണത്, രാസക്രീഡ എന്നൊക്കെ പറയണതൊക്കെ ഈ ജീവൻ ഭഗവാന് ഭോഗ്യമായിട്ട് മാറലാണ്. താൻ തന്നെ തന്നെ ഭഗവാന് അർപ്പണം ചെയ്യലാണ്. തന്റെ സ്വമൂലത്തില് താൻ അടങ്ങലാണ്. അല്ലാതെ ഈ ജീവന്റെ സ്വാതന്ത്ര്യത്തിനല്ല അവിടെ. ഈശ്വരന്റെ സ്വാതന്ത്ര്യത്തിന് ഈ ജീവൻ വഴങ്ങിക്കൊടുക്കുകയാണ്. ഈശ്വര ഇച്ഛയ്ക്ക് ജീവൻ വഴങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ സ്വയം ഭഗവാൻ അക്ഷരമണമാലയിലും ഇതേ അർത്ഥത്തിലൊരു പാട്ട് പാടി, ശാപ്പാടുന്നൈ ശാന്തുണവായേൻ ശാന്തമായിപ്പോവൻ അരുണാചല. ഹേ അരുണാചല, അവിടുന്ന് നല്ല ശാപ്പാടാണെന്ന് കരുതി ഞാൻ അനുഭവിക്കാനായി കൊതി പൂണ്ടു വന്നു എന്നാണ്. ശാപ്പാടെന്ന് വെച്ചാൽ ഭുജിക്കാൻ, ഭഗവാനെ അനുഭവിക്കാൻ. അപ്പൊ എന്തായി? ഉണവായി ഞാൻ ശാപ്പാടായിട്ട് തീർന്നു അങ്ങയ്ക്ക്, അങ്ങ് എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. നമ്മാഴ്വാർ ഒരു പാട്ടിൽ അതുപോലെ പറയുന്നു, ഭഗവാനെ കണ്ടപ്പോ എടുത്ത് വിഴുങ്ങണം തോന്നിയത്രേ, പക്ഷെ അടുത്ത് ചെന്നപ്പോ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. നദിക്ക് സമുദ്രത്തിനെ കാണുമ്പോൾ വിഴുങ്ങണം തോന്നുന്നു, പക്ഷെ നദി അടുത്ത് ചെല്ലുമ്പോ സമുദ്രം നദിയെ വിഴുങ്ങിക്കളയണം. അതേപോലെ വയം ദേവസ്യ ഭോജനം, വേദത്തിലും ചൊല്ലാറുണ്ട്, നമ്മൾ ദേവന് ഭോജനമായിട്ട് തീരുന്നു. ഇവിടെ ഭഗവാൻ അതേ ഒരു ആശയത്തിനെ എടുത്തുകൊണ്ട് പറയുന്നു, ഈശ്വരന് അന്യീഭവനം തദീക്ഷ. ഞാൻ എന്നുള്ള ഈ ജീവൻ അഖണ്ഡമായ ബോധസമുദ്രത്തിൽ സ്വയം ഇല്ലാതാവുകയാണ്. സമുദ്രത്തിന്റെ ആഴമളക്കാൻ പോയിട്ടുള്ള ഒരു ഉപ്പുപാവ വന്നിട്ട് എത്ര ആഴമുണ്ടെന്ന് പറയുമോ സമുദ്രത്തിന്? പറയാൻ സാധിക്കുമോ അതിന്? അത് കഴിഞ്ഞു. അതുപോലെ സാധകൻ, സാധനയുടെ ഒക്കെ ലക്ഷ്യം സാധകൻ ഇല്ലാതാവലാണ്. സാധനയും പോയി സാധകനും പോയി, സാധ്യം മാത്രം പ്രകാശിക്കുന്ന സ്ഥിതി. റബ്ബർ കൊണ്ട് മാച്ചുകൊണ്ടേയിരിക്കണു. പ്രോസസ്സിൽ എന്താവും? മായ്ക്കൽ മാത്രമല്ല നടക്കുന്നത്, റബ്ബർ തേഞ്ഞുകൊണ്ടേയിരിക്കും, അവസാനം റബ്ബർ അപ്രത്യക്ഷമാവും. അതേപോലെ സാധനയൊക്കെ തന്നെ എല്ലാം ശുദ്ധമാക്കിയിട്ട് സാധകൻ നിൽക്കാനല്ല, സാധകനെ പോയി പോകും. സാധകൻ തന്നെ മൂലമായ അശുദ്ധി, അതാണ് മോഹകലിലം എന്ന് ഭഗവാൻ പറഞ്ഞത്. ഈ മോഹകലിലം ഈ വ്യക്തിബോധമാണ്. മൂലാവിദ്യ, പ്രഥമ അഹങ്കാരം തന്നെ മൂലാവിദ്യ എന്ന് പറയണത്. ഞാൻ ഉണ്ട്, ഞാൻ നേടണം, എനിക്കത് നേടണം, ഇത് നേടണം, അവസാനം എനിക്ക് മോക്ഷം നേടണം. അപ്പൊ ഈ ഞാൻ എന്താണ്? ഈ ഞാൻ എന്ന് പറയണുണ്ടല്ലോ, അതിന്റെ സ്വരൂപം എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ ഈ ഞാൻ എന്നുള്ളത് തന്നെ എവിടെ ഉദിച്ചുവോ അവിടെ ചെന്ന് ലയിക്കും. ആ ലയത്തിനാണ് ഇവിടെ ഭഗവാൻ അന്യീഭവനം എന്ന് പറഞ്ഞത്. ഭക്തിയുടെ മാർഗത്തിലാവുമ്പോ ഈശ്വരന്റെ ഇച്ഛയ്ക്ക് ഈ ജീവൻ വഴങ്ങിക്കൊടുക്കുന്നത് അന്യീഭവനം. അങ്ങയുടെ ഇഷ്ടം, എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം എന്നൊന്നില്ല, ഞാനിതാ അവിടത്തേക്ക് പരിപൂർണ സമർപ്പണം എന്ന് വഴങ്ങിക്കൊടുക്കുന്ന ഭാവത്തിനാണ്, ശരണാഗതി ഭാവത്തിനാണ് അന്യീഭവനം എന്ന് പറയുന്നത് ഇവിടെ. അതായത് പതുക്കെ 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 അപ്പൊ നമ്മൾ കാണും സാധന പുതിയൊരു മണ്ഡലത്തിലേക്ക് മാറും. ആദ്യമൊക്കെ സാധന തുടങ്ങുമ്പോ എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല, എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടണില്ല, എനിക്ക് മനസ്സ് നിൽക്കണില്ല ഒക്കെ പറയും. നമ്മൾ പതുക്കെ ആ എനിക്ക് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വിട്ടിട്ട് നമ്മളുടെ മൂലത്തിലുള്ള ആ ശക്തിക്ക് ഒരു അകമേക്ക് ഒരു സറണ്ടറിങ് ഉണ്ട്. ആ ശരണാഗതി ചെയ്യുമ്പോൾ, അതിന്റെ ഇച്ഛയ്ക്ക് വഴങ്ങിക്കൊടുക്കുമ്പോൾ
നമ്മൾ ധ്യാനിക്കണില്ല നമ്മൾ കാണും. അത് ധ്യാനിക്കണോ നമ്മളിലൂടെ, അത് നമ്മളിലൂടെ സമാധി അഭ്യസിക്കണം, അത് നമ്മളിലൂടെ ജപം ചെയ്യണം, അത് നമ്മളിലൂടെ പലതും ചെയ്യും. അത് കാണുമ്പോഴാണ് നമ്മൾ സ്വതന്ത്രരാവണത്. പിന്നെ ഞാനൊന്നും ധ്യാനിക്കുകയോ ജപിക്കുകയോ അല്ല, അത് എന്നിലൂടെ ജപിക്കുന്നു, അത് എന്നിലൂടെ ധ്യാനിക്കണു, അത് എന്നിലൂടെ അനുഭവിക്കണു. അതിന്റെ ആ ഒഴുക്കിന്, അതിന്റെ ഒരു ഫ്ലോവിന് അനുവദിച്ചു കൊടുക്കലാണ് ഈ സാധകൻ ചെയ്യുന്ന ഒരേ ഒരു കർമ്മം. തടസ്സം ചെയ്യുന്നത് മാറ്റുന്നു. ഇത്രയും പറഞ്ഞ് അന്യീഭവനം എന്ന് പറഞ്ഞുവല്ലോ. എവിടെയാണ് ഈ അടങ്ങേണ്ടത് എന്നുള്ളത് ഭഗവാൻ വീണ്ടും സൂചിപ്പിക്കുകയാണ്. ധിയേ പ്രകാശം പരമോ വിതീര്യ സ്വയം ധിയോന്തഃ പ്രവിഭാതി ഗുപ്തഃ ധിയം പരാവർത്യ ധിയോന്തരേത്ര സംയോജനാത് ന ഈശ്വരദൃഷ്ടിരന്യാ. ഈശ്വരദൃഷ്ടി എന്നുള്ളത് എന്താണ്? ധിയേ പ്രകാശം പരമോ വിതീര്യ. പരമഃ ഈശ്വരഃ ബുദ്ധി പ്രകാശം വിതീര്യ. ഈശ്വരൻ നമ്മളുടെ ബുദ്ധിക്ക് പുറകിൽ, ബുദ്ധിക്ക് പ്രകാശം കൊടുത്തുകൊണ്ട്, അതാണ് നഹാധിയഃ പ്രചോദയാത് എന്ന് ജപിക്കുന്നത്. ബുദ്ധിക്ക് പ്രകാശം കൊടുത്തുകൊണ്ട്, ബുദ്ധിക്ക് പുറകിൽ സാക്ഷിയായിക്കൊണ്ട്, ബുദ്ധിയെ ഉത്സാഹപ്പെടുത്തിക്കൊണ്ട് പുറകിൽ നിൽക്കുന്നു ആ ബോധം. അതാണ് സ്വയം ധിയോന്തഃ പ്രവിഭാതി. ബുദ്ധിക്ക് ഉള്ളിൽ അയാൾ പ്രകാശിക്കണമെന്നാണ്. ബുദ്ധിക്കുള്ളിൽ ഭഗവാൻ പ്രകാശിക്കുന്നു. ധിയോന്തഃ പ്രവിഭാതി ഗുപ്തഃ. ഇവിടെ ധി എന്നുള്ള വാക്കിന് ബുദ്ധി എന്നും അർത്ഥം പറയാം, ഹൃദയം എന്നും അർത്ഥം പറയാം. ഹൃദയത്തിൽ പ്രകാശിക്കുന്നു. നമ്മുടെ ചിത്തം, മനസ്സ് അവിടുന്നാണ് പൊന്തണത്, മനസ്സ് അവിടെ തന്നെ ലയിക്കുന്നു. അപ്പോ ആ ഭഗവാനെ കാണണമെങ്കിൽ എന്ത് വേണം? ധിയം പരാവർത്യം. പുറമേക്ക് ഇങ്ങനെ പോകുന്ന ബുദ്ധിയെ, മനസ്സിനെ പരാവർത്തനം ചെയ്യൽ എന്ന് വെച്ചാണ്, നിവർത്തിക്കൽ, അന്തർമുഖമായി തിരിക്കൽ. ധിയോന്തരെ, ആ ബുദ്ധി എവിടെ ഉദിച്ചുവോ അവിടെ തന്നെ, അത് പൊന്തിയ സ്ഥലത്ത് തന്നെ കൊണ്ട് അടക്കൽ. അതാണ് പാർവതി കല്യാണം. പാർവതിയെ ശിവന് കല്യാണം കഴിച്ചു കൊടുക്കൽ എന്ന് വെച്ചാൽ, ശിവാനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, ഭഗവാനെ നല്ല സദ്ഗുണം കൊണ്ട് വളർന്നവളും ചാരിത്രശുദ്ധി കൊണ്ട് പരിശുദ്ധയായവളും തപസ്സുകൊണ്ട് അങ്ങയെ മാത്രം കാക്ഷിക്കുന്നവളുമായ ഒരു കന്യക എനിക്കുണ്ട്, ആ കന്യകയെ ഞാൻ അങ്ങയ്ക്ക് തരാം എന്ന് പറഞ്ഞ് ബുദ്ധികന്യാം പ്രദാസ്യേ എന്ന് പറയുന്നു ശിവാനന്ദ ലഹരിയിൽ. ബുദ്ധിയാവുന്ന എന്റെ കന്യകയെ ഞാനിതാ അങ്ങയ്ക്ക് തരുന്നു എന്നാണ്. അപ്പൊ ആ ബുദ്ധികന്യകയെ ശിവന് കൊടുക്കൽ എന്നുള്ളത് എന്താ? ബുദ്ധിയെ അതിന്റെ മൂലത്തിൽ, അതിന്റെ അന്തരംഗത്തിൽ തന്നെ അടക്കൽ. ധിയം പരാവർത്യ ധിയോന്തരെ അത്ര സംയോജനാത് ഈശ്വരദൃഷ്ടി അന്യ. ഈശ്വരദൃഷ്ടി വേറൊന്നുമല്ല, ഇത് തന്നെ ഈശ്വരദൃഷ്ടി. ആ ബുദ്ധിയുടെ സാക്ഷിയായിട്ടുള്ള, ബുദ്ധി തദ്വൃത്തി സാക്ഷിണം. വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമി പറയുന്നു, ബുദ്ധിയും അതിന്റെ വൃത്തിക്കും സാക്ഷിയായിട്ടുള്ള ഒരു അവബോധത്തിൽ ബുദ്ധി അടങ്ങുന്നു. ഏഷ സ്വയം ജ്യോതി ഏഷ സാക്ഷി. ബുദ്ധിക്കും സാക്ഷിയായി സ്വയം ജ്യോതിയായി ഏഷ സ്വയം ജ്യോതിരേഷ സാക്ഷി. ഏഷോണുരാത്മ ചേതസാ വേദിതവ്യ എന്നൊക്കെ ശ്രുതി പറയണതും ഒക്കെ ഈ ബുദ്ധിക്ക് സാക്ഷിയായിട്ടുള്ള ചൈതന്യത്തിനെയാണ്. അത് സ്വയം പ്രകാശമായി ഞാൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നു. ബുദ്ധിയൊക്കെ ലയിച്ചു കിടക്കുന്ന സുഷുപ്തിയിലും അത് അറിയുന്നുണ്ട്. അതിനെ ബുദ്ധിയെ മൂലത്തിൽ അടക്കുന്ന സംയോജനാത് ന ഈശ്വരദൃഷ്ടി അന്യ. ആ ബുദ്ധിയെ മൂലത്തിൽ സംയോഗം ചെയ്യൽ എന്ന് പറഞ്ഞ് സ്വയം ജ്യോതിയായിട്ടുള്ള ആ അഹംബോധം, അതിന്റെ വ്യാഖ്യാനം ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയാണ്. നോക്കാം. നവക്തി ദേഹോഹം ഇതി പ്രസുപ്തൗ ന കോപി നാഭൂവം ഇതി പ്രവക്തി എത്രോദിതേ സർവമുദേതി തസ്യ ധ്യാഹമശോദയ ജന്മദേശം.
ന ഭക്തി ദേഹോഹം ഇതി പ്രസുപ്തൗ ന കോപി നാഭൂവം ഇതി പ്രവക്തി യത്രോദിതേ സർവമുദേതി തസ്യ ധിയാഹമശോധയ ജന്മദേശം. ഈ അഹങ്കാരം എവിടെ ഉദിച്ചു എന്ന് ശോധയ. ദേഹം ഒരിക്കലും അഹം ഇതി ന വക്തി, ഞാൻ ഞാൻ എന്ന ഒരു സ്ഫൂർത്തി, അതാണ് ഒരു ജീവനുള്ള ശരീരത്തിനെ കാണിക്കുന്നത്. നിത്യോ അനിത്യാനാം ചേതനശ്ചേതനാനാം ഏകോ ബഹൂനാം യോ വിദധാതി കാമാൻ തം ആത്മസ്ഥം യേ അനുപശ്യന്തി ധീരാഃ തേഷാം ശാന്തിഃ ശാശ്വതി നേതരേഷാം, തേഷാം സുഖം ശാശ്വതം നേതരേഷാം. അനേകമായിട്ടുള്ള ആളുകളുടെ ഒക്കെ ഹൃദയത്തിൽ ഏകഃ, അചേതനമായ ശരീരത്തിൽ ചേതനമായിട്ട്, അനിത്യമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്ന ദേഹത്തിൽ അപരിണാമിയായിട്ട് ഒരു ബോധസ്ഫൂർത്തി ഉണ്ടാവുന്നു. അഹം 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 എന്ന് ഒരു ബോധസ്ഫൂർത്തി. അതിനെ ഭഗവാൻ ഇവിടെ ദേഹോ ന ജാനാതി ന ഭക്തി ദേഹോ അഹം ഇതി. ഈ ദേഹം ഞാൻ ഞാൻ എന്ന് പറയണില്ല. പക്ഷെ ദേഹത്തിനകത്ത് ഇരുന്നു കൊണ്ട് എന്തോ ഒന്ന് സ്ഫുരിക്കുന്നു. ദേഹം ഇല്ലാത്ത സുഷുപ്തിയിലും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. ദേഹത്തിനും ഈ സ്വയം പ്രകാശമാനമായ നമ്മളുടെ വ്യക്തിബോധത്തിനും നോക്കണം. ശരിക്കും ആത്മധ്യാനം അല്ലെങ്കിൽ ആത്മവിചാരം എന്നുള്ള സാധനയ്ക്ക് ഈ ഒരു സെന്റർ, ഈ ഒരു ബീജം, മുക്തിയുടെ ബീജം കണ്ടുപിടിച്ചാൽ മതി. മുക്തി ബീജം നമ്മളുടെ ഓരോരുത്തരുടെ ഉള്ളിലും മുക്തിയുടെ ബീജവും കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഒരു മരത്തിന്റെ വിത്ത് എവിടെയെങ്കിലുമൊക്കെ വീണാൽ അത് ചിലപ്പോൾ മുളയ്ക്കാൻ കുറെ കാലമാവും. ഈ ബിൽഡിങ്ങിന് മേലെയൊക്കെ വീണുകയാണെങ്കിൽ ഒരുപക്ഷെ അനേക ശതം വർഷങ്ങൾക്ക് ശേഷം ഈ ബിൽഡിംഗ് നിലം പൊത്തിയിട്ടേ ചിലപ്പോൾ ആ വിത്ത് മുളയ്ക്കുള്ളൂ. അതുപോലെ നമ്മൾ ഈ ശരീരത്തില് മോക്ഷബീജവും കൊണ്ട് തന്നെ ഓരോരുത്തരും നടക്കണം. എല്ലാവരും അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ എല്ലാവരും മോക്ഷത്തിന് അധികാരികളാണ്. എന്താന്ന് വെച്ചാൽ മോക്ഷം നമ്മളുടെ സ്വരൂപമാണ്. ഞാൻ എന്ന് പറയാത്ത ആരാ ഉള്ളത്? അതാണ് മന്ത്രം. ഭഗവാൻ അതാണ് പലപ്പോഴും പറയാം, അതാണ് മന്ത്രം എന്ന് പറയും ഭഗവാൻ. ആരെങ്കിലുമൊക്കെ മന്ത്രമൊക്കെ ചോദിച്ചാൽ എന്തിനു മറ്റു മന്ത്രമൊക്കെ അന്വേഷിക്കണു? ഇതാണ് മന്ത്രം. ഈ മന്ത്രത്തിനെ പിടിക്കാൻ കഴിവില്ലാതെ പിന്നെയും വട്ടത്തിരിയുമ്പോഴാണ് ശരി നാം മറ്റു മന്ത്രങ്ങളൊക്കെ ഉപദേശിക്കുന്നത്. എല്ലാവരുടെ ഉള്ളിൽ ഈ ഒരു മഹാമന്ത്രം ധ്വനിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ദേഹത്തിലാണ് ഉണ്ടാവുന്നത് എന്നൊരു ഭ്രമം നമുക്ക്. അതാണ് ഇവിടെ പറയണത്, ദേഹത്തിലല്ല ഞാൻ എന്നുള്ള അനുഭവം ഉണ്ടാവുന്നത്. പക്ഷെ ആരംഭത്തിൽ അങ്ങനെ തോന്നുന്നു. ദേഹം ഒരിക്കലും ഞാൻ എന്ന് പറയുന്നേയില്ല. ഈ ശരീരത്തില് കൈയില്ലാത്ത എത്രയോ ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. കൈ മുറിഞ്ഞു പോയവർ എത്രയോ പേരെ കണ്ടിരിക്കുന്നു. അവർക്കൊക്കെ ഞാൻ എന്നുള്ളത് അല്പം കുറഞ്ഞു പോവോ? കൈയും കാലും രണ്ടും എടുത്തു കളഞ്ഞാലും ഞാൻ എന്നുള്ള അനുഭവമുണ്ട്. ഏത് അംഗങ്ങളെ എടുത്തു മാറ്റിയാലും ഇനി കുറെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ തലയൊക്കെ എടുത്തു മാറ്റി ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ വരും, സാധ്യമുണ്ടെന്ന് ഇന്ന് സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവര് തല നമ്മൾക്ക് അയ്യോ തല പോയാൽ ആള് പോയി എന്നാണല്ലോ. നമ്മളുടെ ഭാഗവതത്തിലൊക്കെ ദക്ഷന്റെ തലയൊക്കെ മാറ്റി വെച്ചു എന്നൊക്കെ പറയണ്ട. അതൊക്കെ സാധ്യമാണെന്ന് ഇന്ന് ശാസ്ത്രം പറഞ്ഞു തുടങ്ങിയിരിക്കണം. വേറെ നമുക്ക് തലയൊക്കെ മാറ്റിവെക്കാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ തലയൊക്കെ വെക്കാം. എന്നാലും തല മാറിയാൽ പോലും ഞാനെന്നുള്ള ബോധത്തിന് മാറ്റം വരില്ല എന്നാണ്. ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഹൃദയമൊക്കെ അല്പം നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് വിടണു. ഇനി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു, ഇനിയിപ്പോ കുറച്ചു കഴിഞ്ഞാൽ വേറെ ഹാർട്ട് വെക്കാം എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ.
എന്നുവെച്ചാലോ ഒരംഗവും ഞാൻ എന്നുള്ള അനുഭവത്തിനെ സ്പർശിച്ചുകൊണ്ട് നിൽക്കണില്ല എന്നാണ്. അല്ലെങ്കിൽ ആള് മാറുവാണെങ്കിൽ ആരെങ്കിലും ഓപ്പറേഷൻ ചെയ്യുമോ? ഇതൊക്കെ മാറ്റിയത് കൊണ്ട് ആള് മാറുവാണെങ്കിൽ വേറെ ഒരാൾക്ക് വേണ്ടി ഞാനിപ്പോ എന്തിനു ചെയ്യണം എന്ന് പറയും. ഞാൻ മാറാതെ നിൽക്കുന്നത് കൊണ്ട് ഏതംഗം വേണമെങ്കിൽ മാറ്റിക്കോളൂ, ഞാൻ അങ്ങനെ തന്നെ നിൽക്കണു എന്നുള്ളത് നമുക്ക് ഇന്ന് ഒരു വിധത്തിൽ ശാസ്ത്രം വലിയ സഹായം ചെയ്തു തരികയാണ്. ദേഹസംബന്ധം ഈ സ്വരൂപത്തിനില്ല എന്നുള്ളത് കാണിച്ചു തരികയാണ്. ദേഹ അഭിമാനം മാത്രമേ ഉള്ളൂ. അപ്പൊ അഭിമാനക്ഷയം മാത്രമാണ് അധ്യാത്മവിദ്യ കൊണ്ട് നേടുന്നത്, അല്ലാതെ ബോധത്തിനെ ഉണ്ടാക്കുമൊന്നും വേണ്ട. അതാണ് മാനം കൊണ്ടുറുപവർ മാനത്തെ അഴിത്ത് അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല എന്ന അക്ഷരമണമാലയിൽ ഭഗവാൻ പാടി. മാനം കൊണ്ട് കഷ്ടപ്പെടുന്നവർ, ആ കഷ്ടപ്പെടുന്ന ജീവന്റെ മാനത്തെ അഴിത്ത്, ഈ അഹങ്കാരത്തിനെ നിശേഷം ഇല്ലാതാക്കി അഭിമാനം ഇല്ലാതെ ഒളിർ അരുണാചല, ഈ അഭിമാനത്തിനെ നീക്കിക്കഴിഞ്ഞാൽ എന്താവും? ആത്മാ പ്രകാശിക്കും. അഭിമാനം പോയാൽ ആത്മാ പ്രകാശിക്കും. അതാണ് അഭിമാനത്തെ അഴിത്ത് ഒളിർ പ്രകാശിക്കൂ ഹേ അരുണാചല. അപ്പൊ ഇത്രയാണ്. അപ്പൊ ഇവിടെ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം എല്ലാവർക്കും തോന്നുന്നു. ആര് ചോദിച്ചാലും, ഒരു കൊച്ചുകുട്ടിയാവട്ടെ, വലിയ ആളാവട്ടെ, നായും പൂച്ചയും ഒക്കെ ആവട്ടെ, എല്ലാത്തിന്റെ ഉള്ളിലും ഉണ്ട് ഈ അനുഭവം, ഞാനുണ്ട് എന്നുള്ളത്. പക്ഷെ അതിനെ ശരീരവുമായിട്ട് കൂട്ടിക്കുഴച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. നായയുടെ ശരീരത്തിൽ ഈ ഞാൻ നായയാണ് എന്നുള്ള ആ ശരീരവുമായി താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ മനുഷ്യനാണ്, പക്ഷിയുടെ ശരീരത്തിൽ പക്ഷിയാണ്. ഓരോന്നിന്റെ ഉള്ളിലും അതാത് ദേഹവുമായിട്ടൊരു താതാത്മ്യം വന്നിരിക്കുന്നുവെങ്കിലും വാസ്തവത്തിൽ താതാത്മ്യമില്ല. ഈ ഞാൻ എന്നുള്ളത് ശരീരവുമായി ബന്ധമില്ല എന്നുള്ളതിനൊരു തെളിവാണ് സുഖമായിട്ടുള്ള ഉറക്കം. ഉറങ്ങുമ്പോ ആർക്കും അവനവനില്ല എന്ന് തോന്നണില്ലല്ലോ. രാവിലെ എണീറ്റ് സുഖമായി ഉറങ്ങി എന്ന് പറയണു, അവിടെ ഒരു ദുഃഖവും ആരും റിപ്പോർട്ട് ചെയ്തില്ല. അതാണ് ദേഹോ നവക്തി ദേഹോ അഹമിതി ന പ്രസുപ്തൗ ന കോപി നാഭൂവമിതി പ്രവക്തി. ഉറക്കത്തിൽ ഞാൻ ഇല്ലായിരുന്നു എന്ന് ആരും പറയണില്ല. ഉറക്കത്തിൽ എല്ലാവർക്കും ഞാൻ സുഖമായി ഉറങ്ങി എന്നുള്ള അനുഭവമാണ്. ന കോപി നാഭൂവമിതി പ്രവക്തി. പിന്നീട് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ഒരു അഹംകൃതി ഉദിക്കണമല്ലോ. എത്രോദിതേ സർവമുദേതി തസ്യ ധിയാഹമശോദയ ജന്മദേശം. ഇവിടെ ഭഗവാൻ അഹംബോധത്തിനെയല്ല പറയണത്, അഹം സ്ഫൂർത്തിയാണ്. നോക്കണം, ഈ അഹങ്കാരത്തിന് സ്ഥൂലമായിട്ട് രണ്ട് മണ്ഡലമുണ്ട്. ഒരു ജനറൽ കാറ്റഗറൈസേഷനിൽ രണ്ട് മണ്ഡലം, ഒന്ന് അഹങ്കാരത്തിന്റെ മണ്ഡലം, ഒന്ന് ആത്മമണ്ഡലം. സാധനയ്ക്കായിട്ട് മൂന്ന് മണ്ഡലം ഭഗവാൻ പറയണു. അതേപോലെ സുരേശ്വരാചാര്യരും പറയുന്നു. അശുദ്ധമായ അഹം, അതായത് ശരീരാദികളോട് അഭിമാനം വെച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം. ശുദ്ധമായ അഹം, അതായത് അഹം സ്ഫൂർത്തി. ആ അഹം ശരീരം, മനസ്സ്, ബുദ്ധി ഇതിന്റെയൊക്കെ പിടിവിട്ടിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കതിനെ ഉള്ളിൽ ശ്രദ്ധാചക്ഷുസ്സുകൊണ്ട് കാണാൻ കഴിയും. അറ്റൻഷൻ കൊണ്ട് പതുക്കെ നമ്മള് ഉള്ളില് അത് സെപ്പറേറ്റ് ആയി വേർതിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. ശുദ്ധമായ അഹം. അതിനെയാണ് നമ്മള് ധ്യാനം, സമാധി എന്നൊക്കെ പറയണത്. അതിനെയാണ് ഭഗവാൻ ഗീതയിൽ ബുദ്ധിയോഗം എന്നൊക്കെ പറഞ്ഞത്. അതും ആരായുമ്പോ അടങ്ങുന്നു അഖണ്ഡമായ അഹത്തില്. ആ അഹം തന്നെ മഹാവാക്യത്തിന്റെ പൊരുളായിട്ട് പ്രകാശിക്കും. അതാണ് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ല അതേകമാകും. അകലും അഹന്ത. അഹന്ത എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് അഹങ്കാരം. അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ഈ അഹന്ത മാറിയിട്ട് അഹം പൊരുൾ. അഹം പൊരുൾ എന്ന് വെച്ചാൽ അഖണ്ഡമായ അഹം, അഖണ്ഡമായ ഈശ്വരസത്ത, ഭഗവത് സ്വരൂപം, അഥവാ സമാധിജന്യമായിട്ടുള്ള പ്രജ്ഞ, ഋതംബര പ്രജ്ഞ എന്നൊക്കെ പറയുന്നത്. ആ സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞുവല്ലോ. ആ പ്രജ്ഞ, ആ ഘനീഭൂതമായ പ്രജ്ഞാനം,
ബ്രഹ്മം എന്നൊക്കെ പറയുന്ന പ്രജ്ഞാനം, ആ പ്രജ്ഞാനം അകമയ്ക്ക് പ്രകാശിക്കുന്നു. മഹാവാക്യത്തിന്റെ ഒക്കെ അർത്ഥം അതാണ്. പ്രജ്ഞാനം ബ്രഹ്മ എന്ന് ആദ്യത്തെ മഹാവാക്യം, ഋഗ്വേദ മഹാവാക്യം. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ബോധം എന്നർത്ഥം. അറിവുമയമായിട്ടുള്ള അനുഭൂതി, ഋതംബരമായിട്ടുള്ള സ്ഥിതി, സത്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥിതി, അത് ബ്രഹ്മമാണ്. അപ്പൊ അതിനെ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് അഹം ബ്രഹ്മാസ്മി എന്ന് രണ്ടാമത്തെ മഹാവാക്യം. ഞാൻ എന്ന് സ്ഫുരിക്കുന്നതെന്തോ അത് ബ്രഹ്മമാണ്. ആ ഞാനിനെ ശ്രദ്ധിച്ചാൽ ബ്രഹ്മം മനസ്സിലാകും എന്നേ ആ മഹാവാക്യത്തിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഞാൻ ബ്രഹ്മമാണെന്ന് ധ്യാനിച്ചാൽ ഒന്നും കിട്ടില്ല. അത് വെറും ശബ്ദമാണ്. ബ്രഹ്മത്തിനെ അറിയില്ല, പിന്നെ എങ്ങനെ ഞാൻ ബ്രഹ്മമാണെന്ന് പറയും? ഞാൻ എന്നുള്ള അനുഭൂതി രൂപത്തിൽ ബ്രഹ്മം പ്രകാശിക്കുന്നു, അറിയപ്പെടുന്നു. അങ്ങനെ അനുഭവിച്ചു കഴിയുമ്പോഴോ, ആ അനുഭവം നല്ലവണ്ണം തെളിയണമെങ്കിലോ തത്വമസി. ഒന്ന് അനുഭവിച്ച ആള് മറ്റുള്ള ആൾക്ക് ഉപദേശിക്കണത്, മറ്റൊന്ന് അനുഭവിക്കണമെങ്കിൽ തന്നെ ഒരു സദ്ഗുരുവിന്റെ ഉപദേശ മഹാവാക്യമാണ് തത് ത്വമസി. അത് നീ അന്വേഷിക്കുന്ന വസ്തു നീ തന്നെ. ഞാൻ എന്താണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ അകമയ്ക്ക് ഏർപ്പെടുന്ന ഒരു നിശ്ചലത വരുമ്പോ ആ നിശ്ചലതയിലാണ് ഗുരു ബോധിപ്പിക്കുന്നത് തത്വമസി. ആ അനുഭവം ഹൃദയത്തിൽ പ്രകാശിച്ചു കഴിയുമ്പോ അയമാത്മാ ബ്രഹ്മ, കാണപ്പെടുന്നതൊക്കെ ബ്രഹ്മം തന്നെ. എന്റെ അകത്ത് ഏതൊന്ന് ജീവാത്മാവായി ഇത്രകാലം തോന്നിയിരുന്നുവോ അത് തന്നെ സകല ശരീരത്തിനും അധിഷ്ഠാനമായിട്ടുള്ള പരിപൂർണ വസ്തു. കുഞ്ചുസ്വാമി എന്ന് പറഞ്ഞ ഭഗവാന്റെ ഒരു പാർഷദനുണ്ടായിരുന്നു. അദ്ദേഹം പാലക്കാട്ടിൽ ജനിച്ച ആളാണ്. പാലക്കാട്ടിലുള്ളപ്പോ തന്നെ അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ എലപ്പുള്ളി ആ ഭാഗത്ത് ജനിച്ചതാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ, അവരൊക്കെ ഈ തമിഴ് സമ്പ്രദായം കുറെ പാലക്കാടുണ്ടായിരുന്നു. ഈ വൈദ്യന്മാര് അവരവരൊക്കെ ഈ തമിഴ് വേദാന്ത ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കൽ, ഇങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽ തന്നെ പല വിധത്തിലുള്ള ദർശനങ്ങളും തമിഴ് വേദാന്ത പരിശീലനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരു 20 വയസ്സാവുമ്പോഴാണ് തിരുവണ്ണാമലയ്ക്ക് പോയത്. ഒരുപക്ഷെ ഭഗവാന്റെ പാർഷദന്മാരിൽ ഏറ്റവും അധികം കൂടുതൽ ഭഗവാന്റെ അടുത്ത് ഇരുന്ന ആളും ഏറ്റവും അവസാനമായിട്ട് സമാധിയായ, അദ്ദേഹത്തിന് ശേഷം 1-2 പേർ പോയി, എങ്കിലും വളരെ അടുത്തവരിൽ ഏറ്റവും അവസാനം സമാധിയായതും അദ്ദേഹമാണ്. 1991 അദ്ദേഹത്തിന്റെ സമാധി, 91 1920 സ്കന്ദാശ്രമത്തിൽ ഭഗവാനെ കണ്ടുകഴിഞ്ഞു. അദ്ദേഹത്തിനും അപ്പോ 20 വയസ്സായിട്ടുണ്ടാവും വിചാരിക്കാം. അതായത് ഏകദേശം 93 92 വയസ്സ് വരെ ഇരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം സ്കന്ദാശ്രമത്തിൽ ഭഗവാനെ കാണാൻ പോകുമ്പോ ആദ്യമായി ഭഗവാൻ എന്ത് ഉപദേശിക്കുന്നുവോ അതിനെ തനിക്ക് ഉപദേശമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ടീച്ചിങ്സ് ഒക്കെ നല്ലവണ്ണം അറിയാം, അതൊന്നും ഇനിയിപ്പോ പ്രത്യേകിച്ച് ആവശ്യമല്ല. അദ്ദേഹം പുസ്തകങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ അപ്പൊ തന്നെ ഒരുമാതിരി പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഗുരു ആദ്യമായി എന്തു പറയണോ അതിനെ ഉപദേശമായിട്ട് എടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം തിരുവണ്ണാമലയ്ക്ക് പോകുമ്പോ എല്ലാവർക്കും ഒരു ഭ്രമം ഉണ്ടാവും സിദ്ധന്മാരെ കുറിച്ച്. സിദ്ധന്മാരെന്തൊക്കെയോ ചെയ്യും, അവർക്ക് പല സിദ്ധികളുണ്ടാവും, പലതും കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം അതും കൊണ്ടാണ് അരുണാചലത്തിൽ പോയത്. അവിടെ പോകുമ്പോ ഭഗവാൻ, അന്ന് അമ്മയുണ്ട്, അഴകമ്മാളുണ്ട് അവിടെ. അപ്പോ കുഞ്ചുസ്വാമി പോകുന്നതിന് തലേ ദിവസമാണ് മുമ്പ് ഒരു അണ്ണാമലൈ സ്വാമി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചിരിക്കുന്നു, പ്ലേഗ് വന്നിട്ട്. അപ്പോഴാണ് കുഞ്ചുസ്വാമി പോയത്. അമ്മ കരയാണ്, നല്ലൊരു പയ്യൻ പോയല്ലോ എന്ന്. അപ്പൊ ഭഗവാൻ പറയാതാ, ഒരാള് പോയാ ഇനിയൊരാള് വന്നിരിക്കണു എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ചുസ്വാമി അവിടെ ഇരിക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല ഭഗവാൻ. വളരെ നേരത്തേക്ക് കുമ്മട്ടിയില് ഒരു പാത്രം വെച്ചു. ആ പാത്രത്തിൽ എന്തോ പൊടിയിട്ടു, വെള്ളമൊഴിച്ചു, എന്നിട്ട് ഇളക്കി. പാവം കുഞ്ചുസ്വാമി വിചാരിച്ചു ഈ സിദ്ധന്മാർ എന്തൊക്കെയോ ഔഷധികളൊക്കെ ഉണ്ടാക്കും, അങ്ങനെ എന്തോ ഉണ്ടാക്കുകയാണോ എന്ന് വിചാരിച്ചു അദ്ദേഹം. ഒന്നുമില്ല, കഞ്ഞിയാണ്, കഞ്ഞിപ്പൊടി എന്തോ ഇട്ട് ഇളക്കിയതാണ് കുമ്മട്ടിയിൽ വെച്ചിട്ട്. അപ്പോ എന്നിട്ട് കുഞ്ചുസ്വാമിയോട് പറഞ്ഞു, ആ കൊട്ടയെ പൊക്കാൻ പറഞ്ഞു. എന്തോ ഔഷധിയാണ്, നമുക്കും തരുന്നൊക്കെയാണ് വിചാരിച്ചത് കുഞ്ചുസ്വാമി. അവിടെ ഒരു കൊട്ട ഉണ്ടായിരുന്നു, ആ കൊട്ട പൊന്തിക്കാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം കൊട്ട പൊന്തിച്ചപ്പോ 4 നായ്ക്കുട്ടികൾ
അതിനകത്തുനിന്നും പുറത്തു വന്നു. ഭഗവാൻ പറഞ്ഞു, നാലപ്പിടി. ഇതാണ് ആദ്യമായി പറഞ്ഞ വാക്ക്. ബാക്കിയൊക്കെ ഭഗവാൻ ചെയ്ത് കാണിച്ചു, അത്രേ ഉള്ളൂ. നാലപ്പിടി എന്ന് പറഞ്ഞു. അദ്ദേഹം ആ 4 നായ്ക്കുട്ടികളെയും പിടിച്ചു. എന്നിട്ട് കഞ്ഞി ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്നൊന്നാ വിട്. ഓരോ നായ്ക്കുട്ടിയായിട്ട് വിടാൻ പറഞ്ഞതാണ്. കുഞ്ചുസ്വാമി ഇത് തന്നെ ഉപദേശമായിട്ട് എടുത്തു. 4 മഹാവാക്യങ്ങളെ പിടിക്കൂ, എന്നിട്ട് അറ്റാച്ച്മെന്റ് ഓരോന്നായിട്ട് ഉള്ളുന്ന് വിടുമെന്നാണ്. ഈ 4 മഹാവാക്യത്തിന്റെ അർത്ഥം നല്ലവണ്ണം മനനം ചെയ്ത് ലോകത്തിൽ ഓരോ വസ്തുക്കളോടുള്ള ആസക്തിയായിട്ട് പതുക്കെ 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 നീക്കിയാൽ സത്യം നല്ലവണ്ണം പ്രകാശിക്കും എന്നുള്ളത് തന്നെ അദ്ദേഹം ഉപദേശമായിട്ട് എടുത്തു എന്ന് പറയും. സ്വാമി തന്നെ പറഞ്ഞിട്ടുള്ള ഐക്യത. ഓരോ 4 മഹാവാക്യവും ഈ ബോധത്തിനെ നമുക്ക് തെളിച്ചു തരുന്നു. പക്ഷെ ആ ബോധത്തിന് തെളിയാൻ തടസ്സം എന്താ? രാഗദ്വേഷങ്ങളാണ്. ആ രാഗദ്വേഷങ്ങൾ ഒന്നൊന്നായി വിടുന്തോറും ഈ ബ്രഹ്മാനുഭൂതി തെളിഞ്ഞു കിട്ടും. പല ആളുകളും ചോദിക്കും, ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഈ പറയുന്ന ടീച്ചിങ് ഒക്കെ മനസ്സിലായി, പിന്നെ എന്തുകൊണ്ട് അനുഭൂതി വരണില്ല എന്ന് വെച്ചാൽ അനുഭൂതിക്ക് തടസ്സം പല വസ്തുക്കളോടുള്ള പറ്റിക്കൂടലാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം എന്താണ് തടസ്സം. ജ്ഞാനം സിദ്ധമാണ്, ജ്ഞാനമൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, എല്ലാവരും ജ്ഞാനികളാണ്. പക്ഷെ അതിന്റെ മേലെ ഒരുപാട് കുപ്പയിട്ടുണ്ട്. ആ കുപ്പ എന്താ? പല വസ്തുക്കളോടുള്ള പുതിയതായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, പഴയ ചെയ്യുന്നതും വേണ്ട വെച്ചാൽ മതി. ജ്ഞാനം എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കിട്ടില്ല, ചെയ്യാതിരിക്കുന്നത് കൊണ്ടാണ് കിട്ടുക. പലതും ചെയ്യുന്നത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഈ സന്ധ്യാവന്തനാദികളൊക്കെ അനുഷ്ഠിക്കുമ്പോ ഒരു ചൊല്ലുണ്ട്. സന്ധ്യാവന്തനം എന്നുള്ളത് ഒരു യോഗ സാധനയാണ് ശരിക്കും. അപ്പോ ബ്രാഹ്മണർക്ക് അത് ധർമ്മശാസ്ത്രങ്ങൾ പറയണത് ഞങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിത്യകർമ്മമാണ്, ദിവസം ചെയ്യണം എന്നാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? പ്രത്യവായ ചെയ്താൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ചെയ്താൽ ഒന്നും കിട്ടില്ല, ഒരു ലാഭമൊന്നുമില്ല എന്നാണ്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും? ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം വരും എന്ന് പറയും. ഇതിന്റെ മർമ്മം മനസ്സിലാവണമെങ്കിൽ ശാസ്ത്രത്തിൽ പോകണം. എന്താ ഇങ്ങനെ പറയണം? ചെയ്താൽ ഒന്നും കിട്ടില്ല എന്ന് പറയണം. ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം വരും എന്ന് വെച്ചാൽ ചെയ്താൽ ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന അർത്ഥം നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടാനില്ല, നമുക്ക് ഒക്കെ പൂർണ്ണമുണ്ട്. ചെയ്തിട്ടില്ലെങ്കിൽ എന്താവെന്ന് വെച്ചാൽ ഉള്ളതിന്റെ അനുഭൂതി നഷ്ടപ്പെടും. അതാണ് പ്രത്യവായ ദോഷം എന്ന് പറയുന്നത്. ഉള്ളതിന്റെ അനുഭൂതി, ഒന്നും പുതിയതായി കിട്ടാനൊന്നുമില്ല, കിട്ടുന്നതൊക്കെ ബന്ധകാരണകമാണ്. അതുകൊണ്ട് പുതിയതായിട്ടൊന്നും കിട്ടാനില്ല. പക്ഷേ ഈ ദിവസവും ഈ പിച്ചളപാത്രം തുടച്ചു വെക്കണ പോലെ തുടച്ചു വെച്ചിട്ടില്ലെങ്കിൽ ക്ലാവ് പിടിക്കും. അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രത്യവായ ദോഷം എന്ന് വെച്ചാൽ ഉള്ളതും മങ്ങും. നമുക്ക് ഏർപ്പെടുന്ന പ്രസാദം, മനഃപ്രസാദം എന്ന് പറഞ്ഞാലോ പ്രസാദം മങ്ങും. അപ്പോ നമുക്ക് സിദ്ധമാണ് വസ്തു. ബോധം സദാ ഞാൻ 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 എന്ന് അനുഭവപ്പെടുന്നു. ഏകാന്തത്തിൽ ഇരിക്കുക, ഒരു ഇരുട്ടുമുറിയിൽ ഇരിക്കുമ്പോ ഒരു സംശയവുമില്ലാതെ അറിയണു ഞാനുണ്ട്, ഞാൻ ഉണ്ട്. ധ്യാനിക്കാനിരിക്കുമ്പോ ചിലർ പറയുന്നു ധ്യാനിക്കാൻ പറ്റണില്ല. അപ്പൊ ഉടനെ ചോദിക്കുക, ആർക്ക് ധ്യാനിക്കാൻ പറ്റണില്ല? എനിക്ക് ധ്യാനിക്കാൻ പറ്റണില്ല. ഈ ഞാൻ എന്ന് തോന്നുന്നുണ്ട്, അവിടെയും പ്രബലമാണ്. ചിലർക്ക് ഒരു 10 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും എണീക്കണം എന്ന് ഉള്ളെന്ന് തള്ളിച്ച് വരുമ്പോ ആർക്ക് തോന്നണു എണീക്കണം? എനിക്ക് തോന്നണു, എനിക്ക് എണീക്കണം. ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, അതിനെ ശ്രദ്ധിക്കുക. എവിടെ തോന്നുന്നു, എവിടുന്ന് ഉന്തലുണ്ടാവുന്നു? ആരെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ ചിലർക്ക് ദേഷ്യം വരും. ഈ ധ്യാനം, ഈ ആത്മവിചാര സാധന എല്ലാത്തിനെയും അനുകൂലമാക്കി തീർക്കും. ആരെങ്കിലുമൊക്കെ ശബ്ദം ഉണ്ടാക്കിയാൽ ദേഷ്യം വരികയാണെങ്കിൽ ആർക്ക് ദേഷ്യം വരണു? എനിക്ക് ദേഷ്യം വരണു. ഞാൻ എന്തും ഈ അഹംവൃത്തിയിൽ കൊണ്ട് നിർത്തും. അഹംവൃത്തി, അഹം സ്ഫൂർത്തി, അഹം ബോധം. ഈ അഹംവൃത്തിയെ നമ്മൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഈ അഹംവൃത്തി എവിടെ ചലിക്കുന്നു, എവിടെ പൊന്തുന്നു? എത്രോദിതേ സർവമുദേതി. അഹംവൃത്തി ഉദിച്ചു കഴിഞ്ഞാൽ മനസ്സിലുള്ള ബാക്കിയുള്ള വൃത്തികളെല്ലാം പൊന്തും. അഹംവൃത്തിയാണ് നമ്മളുടെ എക്സിസ്റ്റൻസിന്റെ സെന്റർ പോയിന്റ്. അതില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്നത് തന്നെ ഈ അഹംവൃത്തിയുടെ വിരട്ടൽ കൊണ്ടാണ്. ഈ അഹംവൃത്തി ഉള്ളിലിരുന്ന് ഓടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പല പ്രവൃത്തികളും ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യില്ല. പലതും ഈ അഹംവൃത്തിയുടെ ഓർഡറാണ്, ആ ഉള്ളിലിരുന്നുകൊണ്ട്. ഈ അഹംവൃത്തിയെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ കേന്ദ്രസ്ഥാനത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു.
നമ്മള് എന്ന് നമ്മൾ ഓരോരുത്തരും പറയണത് ഈ അഹംവൃത്തിയാണ്. ആത്മാവിനെ ആരും വിശേഷിപ്പിച്ച് പറയില്ല. നമ്മള് എന്ന് പറയുന്നത് തന്നെ ഈ അഹംവൃത്തിയാണ്. എനിക്ക് സാധിക്കണില്ല എന്നൊക്കെ പറയണത് ഈ അഹംവൃത്തിയാണ്. നമ്മളത് പറ്റിക്കുകയാണ്. അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ അഹംവൃത്തി നമുക്ക് കാണാം അഖണ്ഡമായ ബോധത്തിൽ ഒരു വിച്ഛിത്തി, അനുസ്യൂതമായ ഒരു അവയർനെസ്സില് ഒരു സെപ്പറേറ്റ്നെസ്. അത് നമ്മൾ ശ്രദ്ധിക്കുമ്പോ അത് ശരീരത്തിലെ സെന്റർ പോയിന്റ് ആയിട്ട് ഹൃദയത്തിൽ എവിടെയോ ഒരു കേന്ദ്രത്തിൽ അത് അനുഭവപ്പെടുന്നു, എവിടെയോ അനുഭവപ്പെടുന്നു. ആ അനുഭവം മാത്രമാണ് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം. ബാക്കിയൊക്കെ നമ്മൾ എന്ത് ധ്യാനം ചെയ്ത് എന്ത് കണ്ടാലും ഒക്കെ വരും പോവും. അതുകൊണ്ടാണ് ഈ ദർശനങ്ങൾക്കൊന്നും ഇമ്പോർട്ടൻസേ കൊടുക്കാൻ പാടില്ല എന്ന്. ആളുകൾ കുറച്ച് ധ്യാനിക്കുമ്പോഴേക്കും അവർ പറയും ഞങ്ങൾക്ക് ലൈറ്റ് കണ്ടു, ശബ്ദം കേട്ടു, നീല കളർ കണ്ടു, പച്ച കളർ കണ്ടു, എന്തൊക്കെയോ പറയും. അതൊക്കെ വരും പോകും. പല ഭാവങ്ങൾ, പല ആളുകളും ഏകദേശം പകുതി മുക്കാൽ വട്ടായിട്ടാണ് നടക്കുന്നത്. അവരവർക്ക് അവരവരുടെ ഭ്രമത്തിനനുസരിച്ച് എന്തൊക്കെയോ തോന്നും. ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കുഞ്ചുസ്വാമിയെ കൂട്ടിക്കൊണ്ടുപോയ രാമകൃഷ്ണസ്വാമി തിരുവണ്ണാമലയിൽ വന്ന ഉടനെ അദ്ദേഹത്തിനെ ധ്യാനിക്കണം, തപസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിക്കാനിരുന്നു. ധ്യാനിച്ച് 2-3 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവം. ആശ്രമത്തിൽ മുഴുവൻ വന്ന് ഡാം 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 ഡാം. ആശ്രമത്തിൽ വന്ന് എല്ലാവരോടും പറഞ്ഞു, ഞാൻ ധ്യാനിക്കാനിരുന്നപ്പോ എനിക്ക് അവിടെ ഒരു ജ്യോതിസ് കണ്ടു. ആ ജ്യോതിസ് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതിൽ എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും കാണാൻ പറ്റുമോ തോന്നി. കുംഭകോണത്തിലെ ഒരു അമ്പലം വിചാരിച്ചു അത്രേ, അത് കണ്ടു അത്രേ. പിന്നെ കൈലാസം കണ്ടു അത്രേ, എന്തൊക്കെയോ കണ്ടു. ആളുകളൊക്കെ ഭക്തന്മാരൊക്കെ ഇദ്ദേഹം പറയണ കേട്ട് ആശ്ചര്യപ്പെട്ടു. ഇപ്പൊ ഭഗവാന്റെ അടുത്ത് പോയി ചിലരൊക്കെ പറഞ്ഞു, ഓ ഇതുവാ ധ്യാനം, കുംഭകോണം പാത്താനം, കൈലാസം പാത്താനം, എല്ലാം അടങ്ങണം, എല്ലാം അടങ്ങണം. പോയിട്ട് കണ്ടിട്ട് വന്നൂടെ? ഇതൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് മനസ്സുകൊണ്ടുള്ള ദർശനം. അതാണ് ഒരു ദർശനത്തിനും ഒരു ഭാവത്തിനും ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിനും വ്യക്തികൾ, പദാർത്ഥം, ചിന്ത, ഇത് മൂന്നും ദ്വൈതമാണ്. വ്യക്തികൾ, പദാർത്ഥം, ചിന്ത, ഈ മൂന്നെണ്ണമായിട്ടാണ് നമ്മളുടെ മനസ്സ് പിരിയുക. ഒന്നിൽ വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ പദാർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വികാരമണ്ഡലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. 3 സ്വപ്നമാണ് ഈ ആത്മാ കാണുന്നത് എന്നാണ്. ദ്രവ്യങ്ങളായിട്ടും വ്യക്തികളായിട്ടും സൂക്ഷ്മമായ വികാരങ്ങളുടെ രൂപത്തിലും. ഈ മൂന്നിനെയും ഉള്ളിൽ നിന്നും 3 വിധത്തിൽ സാധന ചെയ്ത് നീക്കണമെന്നും ഭാഗവത സിദ്ധാന്തമാണ്. ഭാവാദ്വൈതം, ക്രിയാദ്വൈതം, ദ്രവ്യാദ്വൈതം എന്നാണ് ഭാഗവതം പറയുന്നത്. അതിനൊക്കെ സപ്തമസ്കന്ധത്തിൽ അതിന്റെ സാധനങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു നാരദ മഹർഷി. ഈ 3നെയും 3 സ്വപ്നാൻ ധുനുതേ മുനിഹി എന്നാണ്. 3 സ്വപ്നം ഈ അന്തസത്തയെ മറച്ചുകൊണ്ടിരിക്കുന്നു. ദ്രവ്യങ്ങളൊക്കെ ഉണ്മയാണെന്നുള്ള ഒരു സത്ത, വ്യക്തികളൊക്കെ ഉണ്മയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ വ്യക്തികളെക്കുറിച്ച് അഭിപ്രായം പറയണത്, നല്ല അഭിപ്രായമോ ചീത്ത അഭിപ്രായമോ ഒക്കെ പറയണത്. അതേപോലെ ചിന്തകളുടെ മണ്ഡലത്തിലും പലതും. ഇത് 3ഉം നമ്മളെ പിടികൂടിയിരിക്കുന്ന ഒരു വ്യാധിയാണ്. പതുക്കെ 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 പഴയ അബദ്ധം പിന്നെയും ചെയ്യും, ചെയ്യുമ്പോ തിരിച്ചു വന്നോളാം. പതുക്കെ ഈ ദ്രവ്യങ്ങള്, വ്യക്തിത്വം ഒന്നിൽ നമ്മളുടെ തന്നെ വ്യക്തിത്വം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിത്വം, നമ്മളുടെ വ്യക്തിത്വത്തിലുള്ള അഭിമാനം, മറ്റുള്ളവരുടെ വ്യക്തിത്വത്തിലുള്ള അഭിമാനമോ ഫാസിനേഷനോ എന്തെങ്കിലുമൊക്കെ ഇത് പതുക്കെ ഉള്ളിൽ നിന്ന് നീക്കി ഭാവാദ്വൈതം, ദ്രവ്യാദ്വൈതം, ക്രിയാദ്വൈതം, കർമ്മമൊക്കെ ഞാൻ ചെയ്യണു എന്നുള്ള ഭാവം, കർത്തൃത്വം, ഈ കർമ്മവാസനകളൊക്കെ ഒഴിഞ്ഞു നീക്കാനുള്ളത്. ഇങ്ങനെ പതുക്കെ ഈ 3ഉം മനസ്സിനെ ബഹിർമുഖമാക്കുന്നു, നമ്മുടെ സ്വരൂപത്തിനെ വിട്ട് പിരിക്കുന്നു. അപ്പോ ഈ സ്വരൂപം ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ പൂർണ്ണാനുഭവമാണ്. അതിൽ അപൂർണതയേയില്ല. പക്ഷെ ആ പൂർണ്ണമായ അഹം വസ്തുവിനെ, അഹംബോധത്തിനെ, സത്തയെ ജഡത്തിന്റെ പിടിയിൽ നിന്നും മാറ്റി, എന്നുവെച്ചാൽ ദേഹത്തിൽ നിന്നും മാറ്റി കാണുക എന്നുള്ളതാണ് സാധന. നവക്തി ദേഹോ അഹമിതി പ്രസുപ്തൗ നകോപി നാഭൂവമിതി പ്രവക്തി എത്രോദിതേ സർവമുദേതി തസ്യ ധിയാഹമശോദയ ജന്മദേശം.
ഈ അഹങ്കാരത്തിന് ഒരു ജന്മദേശമുണ്ട് എന്നാണ് ഭഗവാൻ പറയണത്. അത് എവിടുന്ന് വരുന്നു? അതാണ് ആചാര്യന്മാർ ചിലപ്പോഴൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ നീ ആരാണ്, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോണു എന്നൊക്കെ ചോദിക്കുമ്പോ ഈ ഹൃദയത്തിലുള്ള ഈ ചലനത്തിനെ മാത്രമാണ് അർത്ഥമാക്കിക്കൊണ്ട് ചോദിക്കുന്നത്, വേറെയൊന്നുമല്ല. കസ്ത്വം ശിശോത്വം കുത ആഗതോസി. ആചാര്യസ്വാമികൾ തന്നെ ഹസ്താമലകനോട് ചോദിച്ചു, കസ്ത്വം ശിശോ, നീ ആരാണ്, കുതഹ ആഗതഃ അസി, എവിടുന്ന് വരുന്നു, നീ ആരുടെയാണ്, നീ എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യമൊക്കെ ഈ ഉള്ളിലുള്ള ചലനത്തിനെ ഉദ്ദേശിച്ചാണ്, ആ ചലനത്തിനെ ഉദ്ദേശിച്ചുള്ള ചോദ്യമാണ്. അതാണ് എത്രോദിതേ, ഈ അഹങ്കാരം ഉദിക്കുമ്പോ എല്ലാം ഉദിക്കുന്നു. അഹങ്കാരത്തിന്റെ ജന്മമാണ് നമ്മളുടെ ജന്മം. ആത്മാവിന് ജനനവുമില്ല മരണവുമില്ല. ജനിക്കണതും മരിക്കണതും ഒക്കെ ഈ അഹങ്കൃതിയാണ്. രമണ മഹർഷിക്ക് ആദ്യമായിട്ട് ജയന്തി ആഘോഷിക്കാൻ ഭക്തന്മാരൊക്കെ കൂടെ പുറപ്പെട്ടപ്പോ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഈ ഞാൻ എവിടെ ജനിച്ചു എന്ന് അന്വേഷിച്ച്, തന്റെ മൂലത്തിനെ അന്വേഷിച്ച് അവിടെ ഇരുന്നാൽ സയേവ ജാതഃ സ നിത്യജാതഃ നവോ നവോയം സതതം മുനീന്ദ്രഃ. ഞാൻ ജനിച്ചു എന്ന് തോന്നുമ്പോ സ്വമൂലേ കസ്മാത് അഹമിത്യുദാര, താൻ എവിടുന്ന് പൊന്തി എന്നുള്ളത് വിചാരം ചെയ്ത് അവിടെ ലയിക്കുന്നതാണ് യഥാർത്ഥ ജനനം. എന്നുവെച്ചാൽ ആത്മസാക്ഷാത്കാരമാണ് ജനനം. ആത്മസാക്ഷാത്കാരത്തിനെ തന്നെ സന്യാസം എന്നും പറയണു. സന്യാസിക്ക് സന്യാസമാണ് ജന്മ ഡേറ്റ്. പിന്നെ അവർക്ക് പിറന്നാളൊന്നുമില്ല, പിറന്നാളും മരിക്കുന്ന നാളും ഒന്നും ഓർക്കില്ല, അതോടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് സന്യാസം എടുക്കുമ്പോ അതോടുകൂടെ പിണ്ഡം, ആത്മപിണ്ഡവും വയ്ക്കും. അഷ്ടശ്രാദ്ധമൊക്കെ ചെയ്ത് ആത്മപിണ്ഡം വയ്ക്കും. അതൊക്കെ സിംബോളിക്കാണ്. എന്താന്ന് വെച്ചാൽ ആള് മരിച്ചു എന്ന് ഉറപ്പിക്കുകയാണ്. ഇനി അവർക്ക് ശ്രാദ്ധാദി കർമ്മങ്ങളോ പിറന്നാൾ മുതലായിട്ടുള്ള ക്രിയകളോ ഒന്നുമില്ല. ഒക്കെ തന്നെ ശരീരത്തിനെ സംബന്ധിച്ചാണല്ലോ. വീണ്ടും വീണ്ടും ശരീരം ഞാനാണെന്ന് തോന്നിപ്പിക്കുമ്പോഴല്ലേ ഇതൊക്കെ ഉള്ളൂ. ശരീരവുമായി സംബന്ധമില്ലാത്ത അവർക്ക് പിറന്നാൾ എവിടെ, ജനനം എവിടെ, മരണം എവിടെ? അതാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമിയുടെ 60ാം പിറന്നാളിന് എന്തൊക്കെയോ ചെയ്യാൻ പുറപ്പെട്ടു. അദ്ദേഹം ഒരു കാരണവശാൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ എന്ത് ചെയ്താലും ശരി മഠാധിപതിയാണെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യണത്. പക്ഷെ മഠാധിപതി എന്നുള്ളതിനേക്കാളും ആദ്യം ഞാൻ സന്യാസിയാണ്, പിന്നെയാണ് മഠാധിപതി. അതുകൊണ്ട് സന്യാസധർമ്മമാണ് എനിക്ക് മുഖ്യം. സന്യാസിക്ക് ജനനം എവിടെ, മരണം എവിടെ, ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ലോകക്ഷേമത്തിന് വേണ്ടി എന്തോ യാഗം യജ്ഞം ഒക്കെ ചെയ്യും, അപ്പൊ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നതേയില്ല, ആ സീനിലേക്ക് വന്നില്ല. എന്താന്ന് വെച്ചാൽ ലോകം നമ്മളോട് പറയും നീ ജനിച്ചു ജനിച്ചു പറയും. നമ്മള് ലോകത്തിനോട് നമ്മൾ ജനിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യരുത് എന്നാണ്. സ്വാമി രാമതീർത്ഥൻ പറയും, നോ വൺ ഇൻ ദ വേൾഡ് ക്യാൻ എവർ കൺവിൻസ് രാമ ദാറ്റ് ഹി ഈസ് എവർ ബോൺ. ലോകം നമ്മളെ ശരീരത്തിന് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓ കറുത്തുപോയല്ലോ, വെയിലത്ത് ഒരുപാട് അലഞ്ഞു നടക്കണുണ്ടോ, വളരെ മെലിഞ്ഞു. അവര് സ്നേഹം കൊണ്ട് പറയാണ് വളരെ മെലിഞ്ഞു. അപ്പോഴൊക്കെ ഓർത്തോളണം, ന ശുക്ലം ന കൃഷ്ണം ന രക്തം ന പീതം ന കുബ്ജം ന പീനം ന ഹ്രസ്വം ന ദീർഘം ന രൂപം തഥാ ജ്യോതിരാകാരകത്വാ തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഞാൻ വെളുത്തവനല്ല, ഞാൻ കറുത്തവനല്ല, ഞാൻ ചുവന്നു തുടുത്തിട്ടുള്ളവനല്ല, ഞാൻ കുള്ളനല്ല, ഞാൻ ഉയരം കൂടിയവനല്ല, ഞാൻ തടിച്ചവനല്ല, ഞാൻ മെലിഞ്ഞവനല്ല. രൂപം ഒരു ഫോട്ടോ കാണിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മള് വലിയ വലിയ സന്യാസികൾ പോലും മയങ്ങിപ്പോണ കാര്യമാണ്. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ അവരുടെ ഫോട്ടോയിൽ തന്നെ ഒരു ഭ്രമം വരും. ശരീരത്തിന്റെ ഈ ഐഡന്റിറ്റി എത്രയോ ജന്മങ്ങളായിട്ട് നമ്മളുടെ ഉള്ളിൽ ഇൻഗ്രൈൻഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോ ഫോട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓ ഇരിക്കട്ടെ എടുത്തു വെക്കണം തോന്നുന്നു നമുക്ക്. നമ്മളെ അറിയാതെ ഈ ഒരു ഭ്രമം നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ രൂപം, ഈ രൂപം എന്റെ രൂപമല്ല,
എന്റെ രൂപമാണെങ്കിൽ എനിക്ക് അറിയണമല്ലോ, ഫോട്ടോ നോക്കിയാലേ അറിയുള്ളൂ, കണ്ണാടി നോക്കിയാലേ അറിയുള്ളൂ. നരൂപം തഥാ ജ്യോതിരാകാരകത്വാത്, സ്വയം പ്രകാശസ്വരൂപമായ ഒരു ജ്യോതിസാണ് ഞാൻ. തദേകോവശിഷ്ട ശിവ കേവലോഹം. എല്ലാം ഇതല്ല അതല്ല എന്ന് തള്ളിക്കളയുമ്പോ തള്ളാനും കൊള്ളാനും കഴിയാതെ അവശേഷിക്കുന്ന ശിവം, ശുദ്ധമായ പ്രജ്ഞ, ബോധം, ആ ജ്യോതിസാണ് ഞാൻ, അതാണ് എന്റെ സ്വരൂപം എന്ന്. ഇതൊക്കെ ലോകം നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോ ആ ഹിപ്നോട്ടിസത്തിൽ വീഴാതിരിക്കാനാണ് ആചാര്യന്മാർ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കണം. ഇത് ഓർമ്മ വെച്ചുകൊണ്ട് ഓരോന്നും ഉള്ളില്, പുറമേക്കതൊന്നും ഇപ്പൊ പറഞ്ഞുകൊണ്ട് നടക്കണ്ട. അപ്ലിക്കേഷൻ ആരെങ്കിലും ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫീസിൽ അച്ഛനാരാണ് അമ്മയാരാണെന്ന് ചോദിച്ചാൽ ന മാതാ പിതാവാന ദേവ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ വ്യവഹാരത്തിന് എല്ലാം ഉള്ള പോലെ നടിച്ചു. എന്താണെന്ന് വെച്ചാൽ ശരീരം ലോകത്തിൽ വ്യവഹരിക്കുന്നു, ശരീരം ലോകത്തിലിരിക്കട്ടെ, നമ്മൾ ശരീരത്തിൽ ഇല്ലാതിരുന്നാൽ മതി. ശരീരത്തിന്റെ ധർമ്മത്തിന് ലോകവ്യവഹാരമൊക്കെ നടക്കട്ടെ, എല്ലാം ഉള്ള പോലെയും. അതാണ് ആചാര്യസ്വാമി തന്നെ എവിടെയോ ഒരിടത്ത് ഭാഷ്യത്തിൽ പറയുന്നു, വർണ്ണാശ്രമധർമ്മങ്ങളും അതും ഇതുമൊക്കെ തന്നെ ശരീരസംബന്ധമാണ്. ന വർണ്ണാശ്രമാചാരധർമാഹ നമേ ധാരണാ ധ്യാനയോഗാദയോഭി. എനിക്ക് വർണ്ണമോ ആശ്രമധർമ്മമോ ധാരണയോ ധ്യാനമോ യോഗമോ ഒന്നും തന്നെ ഇല്ല എന്ന്. ഇതൊക്കെ അനാത്മാശ്രയമാണ്. അനാത്മാവായിട്ടുള്ള ശരീരത്തിനെ ഉദ്ദേശിച്ചും അകത്തുള്ള കർത്താവായിട്ടുള്ള അഹങ്കാരത്തിനെ ഉദ്ദേശിച്ചുമാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്നറിഞ്ഞിട്ട് ആ ശരീരം ഏതേത് വംശത്തിലിരിക്കണോ, ഏതേത് വർണ്ണത്തിലിരിക്കണോ, ഏതേത് ആശ്രമത്തിലിരിക്കണോ അതിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഉള്ളിൽ അല്പം പോലും ഞാൻ ചെയ്യണു എന്നോ എനിക്ക് ഉണ്ടാവണു എന്നോ ഈ ഭാവമില്ലാതെ ഭംഗിയായിട്ട് ശരീരത്തിന്റെ ധർമ്മം ശരീരം ചെയ്തുകൊണ്ട് അകമേ ഇരിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും ലോകത്തിൽ ശരീരം അതിന്റെ വഴിക്ക് പോവും. അത് ഏത് വംശത്തിൽ ജനിച്ചിരിക്കണോ അത്. അതാണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികൾ ഒരു ദിവസം പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭക്തൻ ചോദിച്ചു, സ്വാമി, ഈ ഇത്രയധികം വേദാന്തജ്ഞാനം പ്രബലമായിരുന്ന അങ്ങ് എന്ത് പൂജ എങ്ങനെ ചെയ്യണു? അപ്പൊ സ്വാമി ചോദിച്ചു, പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നാ ചോദിച്ചു. അദ്ദേഹം ചോദിച്ചത് അത്രേ, ഇത്രയേ ഉള്ളൂ ആ ചോദ്യത്തിലെല്ലാം അടക്കം. പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നാണ്. ശരീരം ജ്ഞാനം ഉണ്ടായാലും അജ്ഞാനം ഉണ്ടായാലും അത് എന്തോ പ്രവർത്തിക്കും. ജ്ഞാനം ഉണ്ടാവുന്നതിനു മുമ്പ് സീരിയസ് ആയിട്ട് പ്രവർത്തിക്കും. ജ്ഞാനം ഉണ്ടായ ശേഷവും താൻ എന്തു സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതേ സ്വഭാവത്തിൽ സംഘമില്ലാതെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് രണ്ട് ഗുണം. ഒന്ന്, ലോകത്തിലുള്ള ബാക്കിയുള്ളവര് അദ്ദേഹമേ ചെയ്യണില്ല ഞാൻ വിട്ടുകളയാന്ന് പറഞ്ഞ് വിട്ടുകളയില്ല. രണ്ട്, അവരുടെ ശരീരത്തിന് ഇനിയിപ്പോ പുതിയൊരു ഡിസിപ്ലിൻ വരുത്തണമെങ്കിൽ ഒരു അഹങ്കാരം വേണം. ഇത് പാടില്ല, മാറ്റണം എന്ന് പറഞ്ഞ് ശരീരത്തിൽ ഒരു അഭിമാനം ഉണ്ടെങ്കിലേ മാറ്റാൻ പറ്റുള്ളൂ. അവർക്ക് ആ അഭിമാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ശരീരം ഓടുന്ന ട്രാക്കിൽ ഓടിക്കൊണ്ടേയിരിക്കും. ഫാന് ഓഫ് ചെയ്താലും ചുറ്റണ പോലെ കുറച്ചു നേരത്തേക്ക്. അതുപോലെ പ്രാരബ്ധം കഴിഞ്ഞാലും ആ ശരീരം പ്രാരബ്ധത്തിനനുസരിച്ച് ചുറ്റിക്കൊണ്ടിരിക്കും. അതൊന്നും തടസ്സപ്പെടില്ല. പക്ഷെ അകമയ്ക്ക് യാതൊന്നും ബാധിക്കാത്ത സ്ഥിതി, യാതൊന്നും. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന അവസ്ഥകൾ പോലും സ്പർശിക്കാത്ത. ന ജാഗ്രൻ നമേ സ്വപ്നകോവാ സുഷുപ്തി ന വിശ്വോ നവാ തൈജസ പ്രാജ്ഞകോവാ അവിദ്യാത്മകത്വാ ത്രയാണാം തുരീയ തദേകോവശിഷ്ട ശിവ കേവലോഹം. ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ ന ചത്വം ന ചാഹം ന ചായം പ്രപഞ്ച സ്വരൂപാവബോധാത് വികൽപ്പാ സഹിഷ്ണു തദേകോവശിഷ്ട ശിവ കേവലോഹം. ഞാൻ ആ ശുദ്ധ ശിവമാണെന്നുള്ള നിർവികൽപ്പ അനുഭവത്തിൽ ഒരു വ്യതിചലനമില്ലാതെ നിൽക്കുന്നു ഒരു ജീവൻ മുക്ത പുരുഷൻ. ഒരു വ്യതിചലനമില്ലാതെ ആ സ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരം ലോകത്തിൽ എന്തെന്ത് വ്യവഹാരം ചെയ്യണമോ അതാത് വ്യവഹാരം ചെയ്തുകൊണ്ടുമിരിക്കും. ഇവിടെ ശിവം എന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരം എവിടുന്ന് ഉദിച്ചു എന്ന് ജന്മദേശം അന്വേഷിച്ചു നോക്കിയാൽ അവിടെ പ്രകാശിക്കുന്നതാണ് ശിവം. ഈ ജന്മദേശത്തിനെ അന്വേഷിക്കുന്നതിനാണ് കമലാലയത്തിൽ ജനിച്ചാൽ മുക്തി എന്ന് പറയണത് എന്നന്ന് പറഞ്ഞത്. കമലാലയത്തിൽ ജലിക്കൽ എന്താണ്? ഹൃദയമാവുന്ന താമരയിൽ താൻ അടങ്ങൽ. ചിദംബരത്തിനെ ദർശിച്ചാൽ മുക്തി എന്ന് വെച്ചാൽ ചിദംബരം, ചിദാകാശം, ചിദാകാശത്തിൽ നടനമാടുന്ന ആ ചിദ്വിലാസത്തിനെ ദർശിച്ചാൽ മുക്തി. കാശിയിൽ മരിച്ചാൽ മുക്തി എന്ന് വെച്ചാൽ ഈ അകമേ ഏർപ്പെടുന്ന പ്രകാശമാണ് കാശി. കാശി എന്നുള്ള വാക്കിന് തന്നെ പ്രകാശം എന്നർത്ഥം. ആ പ്രകാശമാനമായ ഹൃദയന്തരംഗത്തിൽ സകല വാസനകളും അഹങ്കാരവും മരിക്കുകയാണെങ്കിൽ മുക്തി.
അരുണാചലത്തിനെ സ്മരിച്ചാൽ മുക്തി എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത ആ സ്ഥിതിയെ ഹൃദയത്തിൽ വിടാതെ നിർത്തുന്നതാണ് അരുണാചല സ്മരണം. അപ്പൊ അരുണാചല സ്മരണാത് മുക്തി. ഈ 4 ആന്തരികമാണ്, ബാഹ്യവുമാണ് ആന്തരികവുമാണ്. ബാഹ്യമായിട്ടുള്ളത് അതാത് തീർത്ഥക്ഷേത്രത്തിൽ പോയി നേടിക്കൊള്ളണം. ആന്തരികമായിട്ടുള്ളത് ഇവിടെ തന്നെ നേടണം. നമ്മളുടെ ഉള്ളിൽ നടക്കേണ്ടതാണ്. അതാണ് ഈ 4 മഹാക്ഷേത്രങ്ങൾക്കും ഉള്ള വൈശിഷ്ട്യത്തിന്റെ ആന്തരാർത്ഥം. ഇനി ബാക്കി ഉള്ള ശ്ലോകം ഓർമ്മ വെച്ചുള്ള, നമ്മൾ എവിടെ നിർത്തി എന്ന് ഓർമ്മ വെച്ചുള്ള ബാക്കി ശ്ലോകം നമ്മൾ അതാത് സ്ഥലത്തുനിന്ന് തുടങ്ങണം. 26ാമത്തെ ശ്ലോകത്തിൽ നിന്നും അടുത്ത പ്രാവശ്യം തുടങ്ങണം. വളരെ പ്രധാനമായ ശ്ലോകങ്ങൾ ഇനി വരാൻ പോകുന്നു. ഭഗവാൻ ഈ വിചാരമാർഗത്തിനെ പറയുന്ന ശ്ലോകങ്ങളൊക്കെ തന്നെ 30, 31 മുതലായിട്ടുള്ള ശ്ലോകങ്ങൾ ഇനി വരാൻ പോകുന്നു. കൂപേ യഥാ ഗാഢജലേ തദാന്ത എന്ന് പറഞ്ഞ് നിമജ്ജന വിദ്യ എന്ന് പറഞ്ഞ് ഭഗവാൻ പറയണതൊക്കെ ഇനി വരാൻ പോകുന്നു. അത് നമ്മൾ അടുത്ത പ്രാവശ്യം കാണാം. അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല അരുണാചല ശിവ അരുണാചല ശിവ അരുണാചല ലാഭനീഹ പരലാഭമിലെനയുற்று ലാഭമെന്നൂற்றனை அருணாச்சல வரும்படி சொல்லிலை வந்தென் படியள வரும் தீடும் தலை விதி அருணாச்சலா வாவென்றகம்புக்கும் வாழ்வருளன்றே என் வாழ்விழந்தேன் அருள் அருணாச்சலா விட்டிடிற் கஷ்டமாம் விட்டிடாதுனையுயிர் விட்டிட அருள் புரி அருணாச்சலா வீடு விட்டீர்த்துள்ள வீடு புக்கு பையவுன் வீடு காட்டினை அருள் அருணாச்சலா வெட்டிடாதுன் அருள் வெளி வீட்டனை கா அருணாச்சலா வேதாந்தத்தே வேரற விளங்கும் வேத பொருளருள் அருணாச்சலா வைதலை வாழ்த்தா வைத்தருள் குடியா வைத்தனை விடாதருள் அருணாச்சலா நீ போல் அன்புருவுனிலனை அன்பா கரைத்தருள் அருணாச்சலா அன்போடு அருள் கண்ணி பட்டேன் உன் அருள் வலை தப்புமோ அருணாச்சலா சிந்தித்தருள் பட சிலந்தி போல் கட்டி சிறையிட்டுண்டனை அருணாச்சலா அன்போடு நாமம் கேளன்பர் தன் அன்பர் கண்பனாயிட அருள் அருணாச்சலா என் போலும் தீனரை இன்புற காத்து நீ எந்நாளும் வாழ்ந்தருள் அருணாச்சலா குரு கண்பர் தம்மின் சொற்கொள் செவியுமென் புன்மொழி கொள அருள் அருணாச்சலா பொறுமயாம் பூதர புன் சொல்லை நன் சொல்ல பொறுத்தருள் இஷ்டம் பின் அருணாச்சலா மாலையளித்தருணாச்சல ரமணயன் மாலையணிந்தருள் மாலையளித்தருணாச்சல ரமணயன் மாலையணிந்தருள் அருணாச்சலா அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சல சிவ அருணாச்சலா அருணாச்சலம் வாழி அன்பர்களும் வாழி അക്ഷരമണമാലൈ വാഴി. ഇതില് ഭഗവാൻ അരുണാചല ശിവനോട് ഒരു പാട്ടിൽ പറയുന്നു, ഞാൻ ഏറ്റവും വലിയ രഹസ്യത്തിനെ ഞാൻ പുറമേക്ക് തുറന്നു വിട്ടു, എന്നോട് കോപിക്കരുത് എന്നാണ്. വെളിവിട്ടേൻ ഉൻ செயൽ വെറുത്തിടാതുൻ അരുൾ വെളിവിട്ടനേക്കാ അരുണാചല. രഹസ്യത്തിന്റെ പെട്ടി പൊട്ടിച്ചു എന്നാണ്. അതുകൊണ്ട് എന്നോട് വെറുത്തു പോവാതെ അവിടുത്തെ കൃപ ചെയ്ത് എന്നെ രക്ഷിക്കണം എന്നാണ്. വെളിവിട്ടേൻ ഉൻ செயൽ വെറുത്തിടാതുൻ അരുൾ വെളിവിട്ടനേക്കാ അരുണാചല. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുരു മാം തഥൈവ.
ത്വാം ആത്മനാഥം രമണം ഭജാമി. മറ്റൊരു പാട്ടില് ഇതേപോലെ ഭഗവാൻ പറയുന്നു. ഇവിടെ ഞാൻ സീക്രട്ട് പുറത്തു വിട്ടു എന്ന് പറയുന്നു. മറ്റൊരു പാട്ടില് പറയുന്നു, ഒന്നും അറിയാതെ തിരുച്ചുഴിയിൽ ജനിച്ച് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്ന എന്നെ പിടിച്ചു കൊണ്ടുവന്ന് തന്റെ ഈ രഹസ്യ അനുഭവത്തിനെ തനിക്ക് തന്ന് ലോകത്തിൽ മുഴുവൻ ഈ ആത്മവിദ്യ തഴച്ചു വളരാനായിട്ട് തന്റെ പാദത്തിന്റെ ചുവട്ടിൽ എന്നെ പിടിച്ചുകൊണ്ടുവന്നിരുത്തി എന്നാണ്. പുവിക്കുൾ പൊങ്കിടും പൊവിച്ചൊർപ്പുങ്കവൻ. ആ പാട്ട് തന്നെ വളരെ വിഷമമായിട്ടാണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഒരിടത്തും ഭഗവാൻ തനിക്കൊരു മിഷൻ ഉള്ളതായിട്ട് പറഞ്ഞിട്ടേ ഇല്ല. അത് പുറത്തു വിടാതെ വിടുന്ന പോലെ പുവിക്കുൾ പൊങ്കിടും പുവിച്ചൊർപ്പുങ്കവൻ പുരിക്കുൾ പുണ്യൻ ചുഴിക്കുൾ സുന്ദരൻ സുന്ദരൻ സതിക്ക് ഉത്പന്നൻ തലത്തിൽ തുൻപുറും. ഈ ലോകത്തില് വിഷമിക്കുന്നവർക്ക് അവർക്ക് അനുഭവം ഉണ്ടാവാനായിട്ട് സംസാരത്തിൽ നിന്ന് കരകയറാനായിട്ട് തലത്തിൽ തുൻപുറും പടിക്ക് തന്നുളം തഴയ്ക്ക് ജഗത്തിൽ തന്മയം ചെഴിക്ക് ചിന്മയം തഴയ്ക്ക് തന്മയം ചെഴിക്ക് തൻപദം എനക്ക് തന്തനൻ. തന്റെ പദത്തിനെ ഒന്നും ഞാൻ നേടിയെന്നോ തപസ് ചെയ്തോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ്. തൻപദം ജഗത്തിൽ തന്മയം തഴയ്ക്ക്, ജഗത്തില് തന്മയം തഴച്ചു വളരാനായിട്ട് ചെഴിക്ക് എന്ന് വെച്ചാൽ ടു ഫ്ലറിഷ്. തൻപദം എനക്ക് തന്തനൻ എന്നാണ്. തന്റെ പദത്തിനെ എനിക്ക് ഭഗവാൻ തന്നു എന്നാണ്. ആ കൃപാശക്തി എന്നെ വലിച്ചുകൊണ്ടുവന്ന് തനിക്ക് തന്നു എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഗുരുതത്വത്തിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കൂടുതൽ സ്വതന്ത്രരും ആവും. അപ്പൊ അതിന്റെ പിടിയിലേക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ മതി, അത് പ്രകാശിപ്പിക്കും. വാങ്ങുക എന്നുള്ളതിനും തരുക എന്നുള്ളതിനും വ്യത്യാസമുണ്ടല്ലോ. വാങ്ങുക എന്ന് പറയുമ്പോൾ അഹങ്കാരത്തിനാണ് പ്രാമുഖ്യം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം വാങ്ങാൻ. തരുക എന്ന് പറയുമ്പോൾ അവിടെ അഹങ്കാരത്തിന് ഒരു ചലനവുമില്ല. അത് കൃപയ്ക്കാണ് പ്രാമുഖ്യം. അതാണ് ഈ ശ്ലോകത്തിൽ കൃപാതത്വത്തിനെ പറയാം. നമ്മള് അടങ്ങിക്കൊടുത്താൽ മതി. അടങ്ങിക്കൊടുത്താൽ ഒക്കെ നടന്നോളൂ. ഇത് കേട്ടിട്ട് എനിക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ള വിഷമമൊന്നും വേണ്ട. ഏത് ശക്തി നമ്മളെ കേൾക്കാൻ വെച്ചുവോ ആ ശക്തിയുടെ ചുമതലയാണ് നമ്മൾ അനുഭവിക്കാൻ വെക്കുന്നത്. അതിന് അടങ്ങിക്കൊടുക്കുന്നതാണ് സാധന. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.